ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന് അവര് മറുപടി എഴുതിയിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് ആ പ്രശ്നം ഇല്ലായിരുന്നു. ആ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോ സിനിമ കാണുന്ന കാര്യം അല്ലേ, TV കാണുന്ന കാര്യം, ഓൺലൈൻ നമ്മള് നെറ്റ് ഉപയോഗിക്കുന്ന കാര്യം അല്ലേ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും മറുപടി ഇല്ലല്ലോ. വേറെ ദിവസത്തിൽ എഴുതിയിട്ടുണ്ടോ? അതാ നമ്മുടെ ചില വീരന്മാരുണ്ടല്ലോ, ചില വലിയ മിടുക്കന്മാരാണെന്ന് അവരുടെ ധാരണ. ഉപദേശം പറയുമ്പോഴത്തേക്ക് വേറെ ദിവസത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇതിന് പൊന്നു നീ എന്നതാ ഈ വേറെ ദിവസവും പഠിച്ചത്? വേറെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ പ്രശ്നം ഉദിച്ചിരുന്നില്ല. സിനിമ കാണുന്ന കാര്യം അന്ന് സിനിമയില്ലല്ലോ. സ്പോർട്സിൽ പങ്കെടുക്കുക, അന്ന് സ്പോർട്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് സ്പോർട്സിൽ അങ്ങനെ ആളുകൾ അധികം അതുപോലെ പങ്കെടുക്കാറില്ലല്ലോ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, അന്ന് രാഷ്ട്രീയത്തിൽ അധികം പ്രവർത്തിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇന്നത്തെ പ്രശ്നമാണ്. ഇന്നാണ് സഭയ്ക്ക് ഇതിനൊക്കെ മറുപടി കിട്ടേണ്ടത്. അപ്പൊ നമുക്കതിന് ഉപദേശമില്ല എന്ന് പറയരുത്. അതിന് കൃത്യമായ നിലപാടുകൾ വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. അവയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ ദൈവശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്തതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അടിസ്ഥാനപരമായി 4 പ്രിൻസിപ്പിൾ കൂടെ, 4 മൂലതത്വങ്ങൾ കൂടെ ഉപദേശത്തോടൊപ്പം ദൈവദാസന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കാറുണ്ട്. അതിനാണ് നമ്മൾ എളുപ്പം പേരിട്ട് വിളിച്ചത് 6, 8, 10, 10 മൂലതത്വങ്ങൾ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം, 8-ാം അധ്യായം, 10-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ. ഇതാണ് നമുക്ക് ചെയ്യൂ എന്നോ ചെയ്യരുതോ എന്നോ കൃത്യമായി ഉത്തരമില്ലാത്ത വിഷയങ്ങൾക്ക് നാം മറുപടി തേടേണ്ടത് ഇവിടെയാണ്. ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി. അതിലെ 2 ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നും കൂടെ കഴിഞ്ഞു. കൂടാതെ ഒരു ക്ലാസ് കൂടെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അടുത്ത ആഴ്ച കൂടെ അല്ല സാറേ? ഓക്കെ, അടുത്ത ആഴ്ച കൂടെ നമുക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു തീരാൻ കാര്യങ്ങൾ ഇനി കിടക്കുന്നു. എങ്കിൽ പോലും അടുത്ത ആഴ്ച കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് നാം തുടർന്ന് 2 കാര്യങ്ങൾ കൂടെ പറയണം. കാരണം അടുത്ത ആഴ്ച എനിക്ക് മറ്റൊരു വിഷയം കൂടെ പഠിപ്പിച്ചിട്ട് വേണം നിങ്ങളെ തീർക്കാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ 2 നമ്മൾ പഠിച്ചു. സ്വാതന്ത്ര്യമോ പാരതന്ത്ര്യമോ. 1 കൊരിന്ത്യർ 6:12. എല്ലാം എനിക്ക് നിയമാനുസൃതമാണെന്നാൽ എല്ലാം പ്രയോജനമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണെന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. അപ്പൊ നിയമാനുസൃതമാണ്. വേദപുസ്തകത്തിൽ ചെയ്യുമെന്നോ ചെയ്യരുതെന്നോ പറഞ്ഞിട്ടില്ല. ഉപദേശത്തിൽ അങ്ങനെയില്ല. എന്നാൽ അതേസമയം രാജ്യം നമുക്ക് അനുവാദം തരുന്നുണ്ട്. നമ്മൾ പാർക്കുന്ന ദേശം അല്ലെങ്കിൽ രാജ്യം നമുക്ക് അനുവാദം തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ മനോഭാവം എന്താ? എനിക്ക് നിയമാനുസൃതമാണ്. ഇപ്പൊ മദ്യപിക്കുന്നത്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്. എന്റെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഞാൻ മദ്യപിക്കുന്നത് തെറ്റല്ല. എന്നെ ആരും അറസ്റ്റ് ചെയ്യല. ഞാൻ മദ്യപിച്ച് വഴിക്കിടന്ന് വഴക്കുണ്ടാക്കിയാൽ പിടിച്ചകത്തിടും, അത് വേറെ കാര്യം. ഞാൻ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നു, ഞാനത് എന്റർടൈൻ ചെയ്യുന്നു, അത് തെറ്റാണോ? ഇന്ന് പല കുടുംബങ്ങളും സമൂഹത്തിൽ ഉന്നതരെന്ന്, നമ്മൾ ഉന്നത വൃത്തരെന്ന് പറയുന്ന പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും കൂടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട് വിശേഷാവസരങ്ങളിൽ. അത് നിങ്ങൾക്കറിയാം അല്ലേ? പിന്നെയും അതൊക്കെ താഴെ തട്ടിലാണ്, പാവപ്പെട്ടവരുടെ ഇടയിലാണ് അത് നടക്കാത്തത്. ഉന്നത സമൂഹങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അത് ഓണോ ക്രിസ്മസോ ഒക്കെ വരുന്ന സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒരുമിച്ചിരുന്ന മക്കളും അപ്പനും ഭാര്യയും കൂടെ മദ്യപിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയാണോ? അത് നിയമപ്രകാരം തെറ്റല്ല. കാരണം വഴിയിലിറങ്ങി വഴക്കുണ്ടാക്കി സാമൂഹ്യ ദ്രോഹം ഉണ്ടാക്കിയെങ്കിലേ അറസ്റ്റ് ചെയ്യും. അവര് വീട്ടിൽ കുടിക്കുന്നു, കുഞ്ഞുങ്ങൾ ചിരിക്കുന്നു, ഉല്ലസിക്കുന്നു, തെറ്റല്ല. രാജ്യം അത് വിലക്കുന്നില്ല. എനിക്ക് പുകവലിക്കണം എന്ന ആഗ്രഹമുള്ളവനാണ്. എനിക്ക് 21 വയസ്സ് കഴിഞ്ഞ ആളാ, പ്രായപൂർത്തിയായ ആളാ. എനിക്ക് പുകവലിക്കാം. രാജ്യത്തിന്റെ നിയമം, ഞാൻ പുകവലിച്ചാൽ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യല. ഒരു സ്ഥലത്ത് പുകവലിക്കാതിരുന്നാൽ മതി. ഇപ്പൊ പുതിയ നിയമം ഉണ്ടല്ലോ. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന പോലെ ഇരുന്ന് പുകവലിച്ചെങ്കിലേ കുറ്റമാകും. എനിക്ക് പുകവലിക്കാൻ അനുവാദമുണ്ട്. എന്റെ രാജ്യം അത് തന്നെ അനുവദിക്കുന്നു. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഒരു ദൈവവേദന എന്ന നിലയിൽ എന്റെ രാജ്യം എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം ചിലെന്താ തെറ്റ്?
അപ്പോഴാണ് പൗലോസ് പറയുന്നത് ഇത് നമ്മളെ അടിമപ്പെടുത്തും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പുകവലി പാപമാണെന്ന് വേദോസം പറഞ്ഞിട്ടില്ല, വെറ്റില മുറുക്ക് പാപമാണെന്ന് പറഞ്ഞിട്ടില്ല, ഒടിവലി പാപമാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ? ബിയർ കുടിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞിട്ടില്ല. മദ്യം കുടിക്കരുത് കേട്ടോ, അത് പറഞ്ഞിട്ടുണ്ട്. മദ്യപിക്കരുത്, മദ്യപാനം സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിയർ മദ്യമല്ല, നമുക്കറിയാം വളരെ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ അതിനെയൊക്കെ വെല്ലാൻ ആളുകളെല്ലാം കുടിക്കുന്നതാണ്. തണുപ്പൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും വീടുകളിലെല്ലാം അത് ഉപയോഗിക്കുന്നതാണ്. പെന്തിക്കോസ്തുകാർ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? അങ്ങനെ പോയാൽ അത് നമ്മളെ അടിമപ്പെടുത്തും. ഇപ്പൊ കലാപരമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. കലയെ നമുക്ക് സ്നേഹിക്കാൻ അവസരമുണ്ടല്ലോ. അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി നമുക്ക് വേദപുസ്തകത്തിൽ ഇല്ല. ദൈവമക്കൾ കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനോട് നമുക്ക് ആർത്തി തോന്നി നമ്മളത് ചെയ്ത് നമ്മളതിനെ അടിമപ്പെട്ടു പോയി. നമ്മുടെ ആത്മീയ ജീവിതത്തിന് പോലും തടസ്സമാകുമാറ് നമ്മൾ അതിന് അടിമയായാൽ അത് പാപം. അതാണ് അതിനെക്കുറിച്ചുള്ള മറുപടി. രണ്ടാമത് നമ്മൾ പറഞ്ഞത് തടസ്സമാണോ പ്രോത്സാഹനമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതെ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് നല്ല അറിവാണ്. വിഗ്രഹാർപ്പണം പറഞ്ഞ കാര്യത്തിലാണല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. നമുക്ക് നല്ല അറിവുണ്ട്, എനിക്ക് അറിവുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വിഗ്രഹം ഏതുമില്ല, ഞാനതാ പഠിച്ചിരിക്കുന്നത്. ദൈവം ഏകൻ, ദൈവം ഇത് സൃഷ്ടിച്ച ഒരാളേ ഉള്ളൂ. പിന്നെ ആളുകൾ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തടി കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ സ്വർണം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ്, അത് വിഗ്രഹമാണോ? അപ്പൊ അതിനെ അർപ്പിച്ചത്, അതിനെ കൊണ്ട് വെച്ചെന്നും പറഞ്ഞ് എനിക്ക് കൊണ്ട് വന്നാൽ എന്നാ കുഴപ്പമെന്നാ? അത് ദൈവമല്ലല്ലോ, പിന്നെന്താ? അപ്പൊ അതിനാ പൗലോസ് പറഞ്ഞത് അത് നമ്മളെ വലിയ പാതകത്തിലേക്ക് ചിലപ്പം കൊണ്ടെത്തിച്ചെന്ന് വരും. അതിൽ ഏറ്റവും വലിയ പാതകം, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്, അടുത്ത് വരുന്നത് അതിലേക്കാണ്. അതിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഒരു ദുർബല മനസാക്ഷിയുള്ള ഒരു വിശ്വാസി, ഈ ഇടയ്ക്ക് കൃപയിലേക്ക് വന്നയാൾ, ഒരു പക്ഷേ ദീർഘവർഷത്തെ വിശ്വാസത്തിന്റെ പാരമ്പര്യമില്ല, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം വരെയും അന്യദൈവത്തെ സേവിച്ച് നടന്നിട്ട് അവരുടെ വിഷയങ്ങൾക്ക് വിടുതലില്ലാത്തത് കൊണ്ട് ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇടയ്ക്ക് വന്ന ഒരാൾ. അപ്പൊ കഴിഞ്ഞ നാളിൽ അവരവിടെ നേർച്ച വിളമ്പും, ഇല്ലേ, അവിടുത്തെ പായസം കുടിക്കുകയും ഒക്കെ മതപരമായ ചടങ്ങിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളാ. അവരിവിടെ വന്നപ്പോഴത്തേക്ക് അവര് അവിടെ വിളമ്പിയത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? ഓ, വിഗ്രഹം, ദൈവം ഒരാളേ ഉള്ളൂ, പിന്നെ ഇതെന്താ ഇതിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ വിഗ്രഹം ഇത് തിന്നോ, വിഗ്രഹം ഇത് കുടിച്ചോ? അപ്പൊ ഈ പായസം ഞാൻ കുടിച്ചാൽ എന്താ കുഴപ്പം? ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാ, പള്ളിയിൽ നിന്ന് കിട്ടിയതാ, അവിടെ നേർച്ച വിളമ്പിയതാ, ഞാനത് തിന്നേണ്ട. ഇതിനകത്ത് ഒരു കഥയില്ല, ഇതിനകത്ത് വിഷമൊന്നും ചേർന്നില്ല. ഭക്ഷണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. തിന്നാൻ നമുക്ക് വലിയ ആദായമൊന്നുമില്ല, തിന്നാൻ ഞാൻ നഷ്ടവും ഇല്ല, ഭക്ഷണം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നുമില്ല. പക്ഷെ അവിടെ പറ്റിയത് എന്താണെന്നറിയാമോ? ഒരു ദുർബല സഹോദരന്റെ മനസാക്ഷിയെ നമ്മൾ നോവിച്ചു. അവനെ ഇത് കണ്ടപ്പോഴത്തേക്ക്, ഓ ഇതൊക്കെ ഇങ്ങനെയാണോ, ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഈ നിൽക്കുന്നത് എന്തിനാ? പഴയ ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്നലെ വന്ന ഞങ്ങൾ ഇന്നലെ അത് തെറ്റാന്നും കണ്ട് ഇവിടെ വന്നപ്പോ ഇവിടെയുള്ളവർ അത് തിന്നുക, എന്നിട്ട് അവർ പറയുന്നത് കുഴപ്പമില്ലെന്ന്, അവരുടെ വിശ്വാസം പോകും. അതാ പാപം. അതൊരു വലിയ പാപമാണ്. നമ്മൾ കർത്താവിനോട് പാപം ചെയ്യാതെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കണേ, ഇപ്പൊ നിങ്ങൾ ബൈബിൾ ക്ലാസ് പഠിക്കുന്നവരാണ്, നിങ്ങൾ വചനം മനസ്സിലാക്കി വരുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനം വെച്ച് നമുക്കിപ്പോ പല കാര്യങ്ങളിലും ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണ വിശ്വാസികളെക്കാൾ വേദപുസ്തകത്തിലുള്ള അറിവും നിശ്ചയവും നമുക്ക് വർദ്ധിക്കും തോറും നമുക്ക് നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ആ ബോധ്യങ്ങൾ ഒരു ദുർബല വിശ്വാസിക്ക് ക്ഷതം വരുത്തരുത്. നമുക്ക് വലിയ അറിവുണ്ട് എന്നും കണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള ദുർബല വിശ്വാസികളെയും കൂടെ നമ്മൾ മാനിക്കും.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ള വിശ്വാസികളെ എങ്ങനെ ബാധിക്കുന്നു എന്നും കൂടെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. ഇന്ന് നമ്മൾ 3-ലേക്ക് വരികയാണ്. മൂന്നാമത്തെ നമ്മുടെ വിഷയം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒരാളൊന്ന് എടുത്ത് വായിക്കണേ. 10:23. ഇതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മിക വർധന വരുത്തുന്നില്ല. യെസ്, അടുത്തത് ഇതാണ് കേട്ടോ. ഞാൻ അതിന്റെ POC തർജ്ജമ ഒന്ന് വായിച്ചോട്ടെ. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. 10:23. All things are lawful for me, but all things are not expedient. All things are lawful for me, but all things edify not. ഇതാണ് അടുത്ത ചോദ്യം. നിയമാനുസൃതമാണ്, കാര്യമൊക്കെ ശരിയാ, പക്ഷേ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. They are not profitable for me. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട. ഇതാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഏതാ. ചെയ്യരുത്, ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമല്ല. അങ്ങനെ വേദപുസ്തകത്തിൽ നിശ്ചിതമായി പറയാത്ത കാര്യങ്ങൾ ഞാനത് ചെയ്യുന്നത് ഏതെല്ലാം നിലകളിൽ എനിക്ക് പ്രയോജനകരമാണ്. എനിക്ക് പ്രയോജനകരമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ആത്മീയനെന്ന നിലയ്ക്ക് എനിക്ക് അത് എത്രത്തോളം പ്രയോജനം വരുത്തുന്നുണ്ട്. ഒരുപടി കൂടെ കടന്നു കഴിഞ്ഞാൽ നിത്യതയിലേക്കുള്ള സഞ്ചാരികൾ എന്നുള്ള നിലയിൽ, യാത്രക്കാരെന്നുള്ള നിലയിൽ നമ്മൾ നിത്യത്തിലേക്ക് പോവുക അല്ലേ, നിത്യത്തിലേക്കുള്ള യാത്രക്കാരെന്നുള്ള നിലയിൽ എന്നെ എത്രത്തോളം അത് സഹായിക്കും, അതോ എനിക്ക് ദോഷം ചെയ്യുകയാണ്. ഈ ദർശനം നമ്മുടെ മനസ്സിലായപ്പോൾ എനിക്കിത് പ്രയോജനമാണോ? ഹൗ മച്ച് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ മീ. എനിക്കിത് ഇത്രത്തോളം ഒരു ദൈവവൈതൽ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇക്കാര്യങ്ങൾ എനിക്ക് എത്രത്തോളം പ്രോഫിറ്റബിൾ ആകും. അതാണ് ഏറ്റവും പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ എല്ലാം പ്രയോജനകരമല്ല. പ്രയോജനമാണോ? ദൈവങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം കേട്ടോ. ഇപ്പൊ സ്വർണ്ണം ഇടുന്ന കാര്യം അതൊന്ന് ചോദിച്ചേ, ഇതെനിക്ക് പ്രയോജനമാണോ, പ്രയോജനകരമാണോ? സ്വർണ്ണം ഇടരുതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അത് ഈ പ്രിൻസിപ്പിളിലാണ് വരുന്നത്, ഉപദേശത്തിൽ വരുന്നതല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ ഏതാ ഡൂസ് ആൻഡ് ഡോൺസിന്റെ കൂട്ടത്തിൽ വരുന്നില്ല. കാരണം ആഭരണം അല്ലെങ്കിൽ ആഭരണം ഇടണം, ഇത് നമ്മുടെ കർത്താവോ അപ്പോസ്തലന്മാരോ പറഞ്ഞിട്ടില്ല. അതെ, ചിലർ ചോദിക്കല് ആഭരണം ഇടരുതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു. ഇല്ലെന്ന് അത് തന്നെ ഞങ്ങളും പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ പ്രിൻസിപ്പിൾ ഒന്ന് ചോദിച്ചു നോക്കിയേ, ഇതെനിക്ക് എത്രത്തോളം പ്രയോജനം ചെയ്യും? എങ്ങനെയെങ്കിലും ഇട്ടുകൊണ്ട് നടന്നാൽ കൊള്ളാമെന്ന് താല്പര്യമുള്ളവർ അന്നേരം പറയും, അത്യാവശ്യം കാശിനാവശ്യം വന്നാൽ പണയം വെക്കാമല്ലോ എന്ന്. ഇല്ലേ? ഇതൊന്നും ഉപയോഗിക്കാത്തപ്പോൾ നമുക്കും അത്യാവശ്യം വരുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. ഇല്ലേ? അത്യാവശ്യം നടത്താൻ വേണ്ടി സ്വർണം ഒരു അടിസ്ഥാന കാര്യമൊന്നുമല്ല. ഞങ്ങളൊന്നും 2-3 തലമുറ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 4-ാം തലമുറയാണ് പെന്തിക്കോസ്തിലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യമേ നമുക്ക് അറിഞ്ഞൂടെ, സ്വർണത്തിന്റെ കാര്യമേ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഇടയ്ക്ക് വിശ്വാസത്തിൽ വരുന്നവരൊക്കെ അങ്ങനെ പറയും, ഇത് ഉണ്ടായിരുന്നോണ്ട് എന്റെ ഭാഷ എത്ര വെച്ച പ്രാവശ്യം പണയം വെച്ച്. നമ്മളങ്ങനെ ഒരു വിഷയം ഉദിക്കുന്നില്ല, അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല, കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും നോക്കിയേ, എനിക്ക് എത്രത്തോളം, ഞാൻ ആരാ എന്ന് ആദ്യം മനസ്സിലാക്കുക. പലർക്കും അത് അറിയത്തില്ലാത്തത്. അതുകൊണ്ടാണ് മറ്റേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അത് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയണം. നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇരുന്ന് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കണം. യു ആർ എ സൺ ഓഫ് ഗാഡ്. നീ ദൈവപൈതലാണ്, നീ ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയാറുണ്ടോ? വിറ്റ്നസ് ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കാറുണ്ടോ? നീ ദൈവതല
നീ ദൈവവൈതല. ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കാറുണ്ടോ? സാക്ഷ്യം പറയാറുണ്ടോ? ചിലരുടെ സംസാരവും ചിലരുടെ പെരുമാറ്റവും പ്രതികരണവും ഒക്കെ കാണുമ്പം നമുക്ക് അത്ഭുതം തോന്നുകയാണ്, ഇവര് ദൈവമക്കൾ തന്നെയാണോ? ഒരു ദൈവവൈതലിന് യോഗ്യമല്ലാത്ത വർത്താനം പറഞ്ഞു കളി. ഒന്ന് ഇളക്കി നോക്ക്, കാണാം. ക്രമം വിട്ട് ചിലര് പറയും, ഞാൻ ഇച്ചിരി നേരത്തേക്ക് പുസ്തകം കൊണ്ട് മാറ്റി വെക്കുക എന്ന് പറയും. എന്തും വർത്താനം പറഞ്ഞു കളി, എങ്ങനെ പ്രതികരിച്ചു കളി. അതിന്റെ എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവാത്മാവ് അവര് വസിക്കുന്നില്ല. ദൈവാത്മാവ് ഈ സത്യത്തിലെ നമുക്ക് എപ്പോഴും ഈ പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം വണ്ടി ഓടിക്കുക. വാഹനം ഓടിക്കുന്നവർക്കറിയാം, നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണല്ലോ നിങ്ങൾ പലരും. പൊതുനിരത്തിൽ നിങ്ങൾ വാഹനവുമായിട്ട് ഇറങ്ങിയാൽ വെറുതെ വഴിയെ പോകുന്നവരും നമ്മുടെ 2 തലമുറ അപ്പുറം വരെ വിളിക്കും, അല്ലേ? നമ്മളെ ചീത്തയും വിളിക്കും, തെറിയും വിളിക്കും. അവനായിരിക്കും റോങ് സൈഡ് എടുത്തു വന്നത്, ഒരുപക്ഷെ അവനായിരിക്കും തെറ്റ് കാണിച്ചത്, നിയമലംഘനം കാണിച്ചത്. എന്നിട്ട് നമ്മളെ വന്ന് ചീത്ത വിളിക്കും. എത്ര വട്ടം പൊതുനിരത്തിലൂടെ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഈ വല്ലാത്ത സത്യം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് പറ്റുന്ന ഒരു പണിയല്ലേ ഈ വണ്ടി കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും മാസ്റ്റർമാർക്ക്. അല്ല, നമ്മള് വേറൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് വന്നാണ്. ഒരിക്കൽ ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞായറാഴ്ച ആരാധന കഴിഞ്ഞു വന്ന് 1-2 ദൈവാസന്മാര് വിരുന്ന് മിക്കവാറും ആരെങ്കിലുമൊക്കെ കാണും, ഗസ്റ്റുകൾ കാണും. അപ്പൊ അവർക്ക് നമ്മൾ ആഹാരമൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഫെയ്ത്തോമിൽ എപ്പോഴും നമ്മള് ഒരു 3-4 പേർക്കുള്ള ആഹാരം ഞായറാഴ്ച പ്രത്യേകിച്ച് കരുതിയിരിക്കും. ഇനി ആരുമില്ലേ വിശ്വാസികളെ, ആരെങ്കിലും പ്രായമുള്ളവരെ അപ്പച്ചന്മാരെ വിളിച്ച് ചോറ് കൊടുത്തു വിടും. അതെ, 1-2 ദൈവാസന്മാരുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് അവരെ ഒന്ന് ആഹാരം കൊടുത്ത് ക്രമീകരിച്ചു വിടാനായിട്ട് ഒരല്പം താമസിച്ചു പോയി. അപ്പൊ അന്ന് കമ്മിറ്റി ഉണ്ട്, ഞങ്ങളുടെ സെന്ററിന്റെ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്ക് ചെല്ലണം. ഞാനൊരു വിധത്തിൽ ഇവരെ ആഹാരം കൊടുത്ത് വഴിച്ചെലവിനൊക്കെ കൊടുത്ത് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പോയി. എനിക്ക് ആഹാരം കഴിക്കാൻ പോരുമ്പോ നേരം കിട്ടിയില്ല. ഞാൻ ഇവരെ ചോറ് കൊടുത്ത് വിളമ്പിക്കൊണ്ടിരുന്നുകൊണ്ട് ഞാൻ ആഹാരം കഴിച്ചില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ സമയം പോയ. കമ്മിറ്റിക്ക് കൃത്യം ചെന്നില്ലെങ്കിൽ അവര് വഴക്ക് പറയുന്നതും കേൾക്കണ്ടേ. ഞാൻ എന്ത് ചെയ്തറിയ, പെട്ടെന്ന് കാറും എടുത്തോണ്ട് പോയാൽ എവിടെയെങ്കിലും ട്രാഫിക് ജാം വരും, അപ്പം സമയം തെറ്റും. അതുകൊണ്ട് ബൈക്കാണ് എങ്ങനെയെങ്കിലും കയറി പോകാലോ എന്ന് കണ്ടൊരു ബൈക്കും എടുത്ത് പെട്ടെന്ന് കൊണ്ടിറങ്ങി. ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് നമ്മൾ ഇറങ്ങി ഓടിയപ്പോഴത്തേക്ക്, ഞാൻ അങ്ങനെ തെറ്റ് കാണിക്കുന്നതല്ല, ഇപ്പൊ കഴിയുന്നിടത്തോളം നിയമം പാലിക്കുന്ന ഒരാളാണ്. എന്നാ ഗുരുത്വത്തിനൊന്ന് ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയെന്ന് ധൃതിയായിപ്പോയി. ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോ കൃത്യം ഒരു പോലീസുകാരൻ കൈ കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി. എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല, ഞാൻ ഹെൽമെറ്റ് വെക്കാഞ്ഞിട്ട്. ഞാൻ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ചെന്ന്, എന്താ സാറേ എന്ന് ചോദിച്ചു. കേട്ടോ, ഷർട്ടുമൊക്കെ ഇട്ട്, വെള്ള ഷർട്ടും ഇട്ട്, കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടാണ് നമ്മൾ ചെല്ലുന്നത്. എന്താ സാറേ എന്നോട് ചോദിച്ച, ഹെൽമെറ്റ് ഇല്ലേ? അപ്പോഴാണ് ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലല്ലോ. സത്യത്തിൽ ഞാൻ ഓർത്തു, ഞാൻ വേറെ ലോകത്തായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ സാർ മറന്നുപോയി, ഞാൻ ഒരല്പം തിരക്കായി പോയി. ഏതായാലും പോലീസുകാരൻ എന്നെ കണ്ടപ്പോ പാസ്റ്റർ ഒന്ന് മനസ്സിലായി. അദ്ദേഹം ഉടനെ വളരെ സൗമ്യമെന്ന് പറഞ്ഞു, സാരമില്ല, ഒരു 500 രൂപ ഞാൻ കൊടുത്തേക്കാം. വളരെ മര്യാദക്കാ കേട്ടോ, ഒരു 500 രൂപ കൊടുത്തേക്കാം. നോക്കണം, സ്വോത്രകാഴ്ച കിട്ടിയ പൈസ പേഴ്സി വെച്ചോണ്ടായി ഇറങ്ങിയത്. അതിൽ നിന്ന് 500 രൂപ അവിടെ കൊടുത്ത് ഒരു റെസീറ്റ് എഴുതി എന്റെ കയ്യിലും തന്നു. ആരും ഒന്നും മിണ്ടിയില്ലെന്ന്. എന്നാടോ താൻ ഹിമാറ്റ് വെച്ച് ഒന്നും പറഞ്ഞില്ല. എന്നെ കണ്ടപ്പോ, നമ്മളെ കാണുമ്പോ നമ്മുടെ രീതിയും ഷേപ്പും ഇടപാടും ഒക്കെ ഞാൻ വളരെ കവിയതര. എന്താ സാർ എന്താന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞു, ഹെൽമെറ്റ് ഇവിടെ ഹെൽമെറ്റ് ഇല്ലല്ലേ. ഞാൻ പറഞ്ഞു, സാർ മറന്നുപോയി, ഒരു 500 രൂപ കൊടുത്തല്ലേ. അപ്പൊ അവിടെ ജീപ്പിന്റെ മുകളിൽ നിന്നൊരു പോലീസുകാരൻ, വേറൊരു പോലീസുകാരൻ 500 രൂപ റസീത് എടുത്ത് തന്നു. ഞാൻ പോക്കറ്റിലിട്ടു, ഞാനങ്ങ് പോയി. പിറ്റേ ആഴ്ച ഞങ്ങളുടെ മാസയോഗം ഉണ്ടായിരുന്നു. ഞാൻ മാസയോഗത്തിന് ചെന്നങ്ങോട്ട് ഇറങ്ങി, എന്നോട് ചോദിക്കാത്ത ഒരാളില്ല. പക്ഷെ പോലീസ് പിടിച്ചല്ലേ? എന്നെ പോലീസ് പിടിച്ചെന്നുള്ളത് നാട് മുഴുവൻ അറിഞ്ഞു. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് കണ്ണൊന്ന് തെറ്റിയാൽ അത് നാട്ടിൽ പാട്ടാകും.
അതുകൊണ്ട് ഈ പൊതുനിരത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും നമ്മളോട് അപവാദം പറഞ്ഞാലേ നമ്മളെ പലിശിക്കാൻ വരുന്നവരോടൊന്ന് ചൂടായി പറയാൻ നോക്കുമോ നമുക്ക്? നാളെ അത് നാട്ടിൽ സംസാരമാകും. പാസ്റ്ററോടെ വഴി നിന്ന് വഴക്കം പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, അല്ലെ? നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ? പ്രതികരിക്കാൻ പറ്റാത്ത ഒത്തിരി ഘടകങ്ങൾ. ഒരു ദൈവവൈതൽ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ പ്രതികരിക്കാൻ പോയാൽ അതെനിക്ക് പ്രയോജനമല്ല വരുത്തുന്നത്, എനിക്ക് ദോഷമാണ് വരുത്തുന്നത്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഇതൊന്നും നോക്കിക്കോണേ, ഇതൊന്നും നോക്കണം. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ അതാണ് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. എനിക്ക് എത്ര പ്രയോജനമെന്നല്ല ചോദിക്കേണ്ടത്, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന എനിക്ക് ഇത് എത്ര പ്രയോജനം ചെയ്യും? ഡാൻസ് കാണുന്നത് ശരിയാണോ? കഥാപ്രസംഗം, ഇപ്പം പിന്നെ കഥാപ്രസംഗമൊന്നും ഇല്ലല്ലോ. നാടകം കാണുന്നത് ശരിയാണോ? അങ്ങനെ കാണുന്ന വേറെ ദിവസം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇതൊന്ന് നോക്കിക്കേ. നീ നാടകം കാണുന്നു, ആ ചോദിച്ച് ഇതെനിക്ക് ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ എനിക്കിത് എത്ര പ്രയോജനം ചെയ്യും? എനിക്ക് എത്ര പ്രയോജനം ചെയ്യും? ആ ചോദ്യത്തിന് ഒന്ന് മറുപടി പറയണം. ദൈവമക്കളൊന്നും മറുപടി, നിങ്ങളുടെ മനസാക്ഷിയോടൊന്നും മറുപടി പറയണം. ഇതെനിക്ക് എന്ത് പ്രയോജനം ചെയ്യും? എല്ലാം നിയമാനുസൃത. ഇപ്പൊ ഞാൻ കളി കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി നടക്കുന്നു നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ ബാഡ്മിന്റനോ എന്തെങ്കിലും ആയിക്കോട്ടെ, വോളിബോളോ, നല്ലൊരു കളി നടക്കുന്നു, നമ്മളും പോയി അവിടെ നിൽക്കുന്നു. നമുക്ക് കളി ഇഷ്ടമാണ്, എനിക്കും വളരെ ഇഷ്ടമാണ് കളി. ഞാൻ വലിയ കളിക്കാരനൊന്നുമല്ല, കളിച്ചിട്ടും ഇല്ല. പക്ഷെ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് കാണാൻ. അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ ചെറുപ്പത്തിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ അതിന് സമയം ഇടുമായിരുന്നു. ഇപ്പൊ അതിന് നമുക്ക് നേരം കിട്ടുകയില്ല. കാരണം നമുക്ക് ശുശ്രൂഷയും വേറെ ദിവസ പഠനവും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് നമുക്ക് സമയം കിട്ടുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കളി വന്നു. നമ്മൾ ചോദിക്കുകയാണ്, ഒരു ദൈവവേദന ഇതിന് പോകുന്നത് ശരിയാണോ? അത് പാപമാണോ? പാപമല്ല, പാപമാണെന്ന് വേറെ ദിവസത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ചിലര് അതിന് എടുത്തോണ്ട് വരുന്നത് ഏതാണെന്നറിയാമോ? യെരമ്യാ പ്രവാചകത്തിൽ ഒരു വാക്യം, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് അർത്ഥം വേറെയാകട്ടോ. അത് ഇതല്ല, ഫുട്ബോൾ കളിക്കുന്നതിനെ കുറിച്ചല്ല, പരിഹാസികളുടെ ഇടയ്ക്ക് ഞാൻ ഇരുന്നിട്ടില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ആ വാക്യമൊന്നും പറഞ്ഞ് നമ്മള് ഈ പിള്ളേരെ കളിക്കുന്നതിനെ ഒന്നും നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ട. അപ്പം ശാരീരിക ആരോഗ്യത്തിനൊക്കെ കുഞ്ഞുങ്ങളെ പോയി കളിക്കുന്നെങ്കിൽ അവര് തെറ്റു പറയാനല്ല, പക്ഷെ അവരെ അടിമപ്പെടുത്തരുത്. അവരതിന് അടിമപ്പെട്ടിട്ട് ആത്മീയ വളർച്ച നഷ്ടപ്പെട്ടു പോകരുത്. അത്രയും എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയും ആരാധനയും ദൈവജന വായനയും പ്രാർത്ഥനയും മുടങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഗുണമല്ല, പ്രയോജനമല്ല. ഇതാണ്, എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം പ്രയോജനകരമല്ല. ഇവിടെ സത്യത്തിൽ ഈ 10-ാം അധ്യായമേ നിങ്ങൾ ശ്രദ്ധിച്ചാല് ഈ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞാണ് പൗലോസ് ആ ഭാഗത്തേക്ക് വരുന്നത്. 10-ാം അധ്യായം എന്ന് പറയുമ്പോഴത്തേക്ക് 2 വിഷയങ്ങളാണ് പൗലോസ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. വിഗ്രഹത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വിഗ്രഹാർപ്പിതത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വിഗ്രഹത്തോട് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ചിലരുടെ അറിവുള്ളവരാ, ഒരു സമയം വലിയ അറിവുണ്ട്, അവര് പറഞ്ഞ വിഗ്രഹം ഏതുമില്ല, വിഗ്രഹം ഒന്നുമല്ല, ഐഡൽ ഈസ് നത്തിങ്. വിഗ്രഹം ഒന്നുമല്ല, വിഗ്രഹം ഏതുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ, അത് ജീവനുള്ള ദൈവം. വലിയ അറിവാ, അവര് വലിയ അറിവ് നടിക്കുക, ഞങ്ങൾക്ക് നല്ല അറിവുണ്ട്, അതുകൊണ്ട് വിഗ്രഹത്തിന് അർപ്പിച്ചവര് തിന്നുന്നു. അവരത് തിന്നിട്ട് അവര് പറയുന്നത് ഇതെനിക്ക് ദോഷമൊന്നും വരുത്തിയില്ല. അതാ പറഞ്ഞേ, നമ്മൾ പറയുന്നൊരു ഒരു ചോദ്യം ഉണ്ടല്ലോ, ആഹാരം തൊണ്ടയ്ക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്ന് അല്ലേ? അത് ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിച്ചാലും അമ്പലത്തിൽ അത് കഴിച്ചാലും നാളെ മറപ്പുരയിൽ പോകും, അത്രയേ ഉള്ളൂ. അല്ല, അത് നമ്മുടെ വഹിക്കലും കിടക്കൊന്നും ഇല്ലല്ലോ. എനിക്കത് ദോഷം വരുത്തുന്നില്ല, പിന്നെന്താ? പക്ഷേ വിഗ്രഹാരാധനയോടും വിഗ്രഹ അർപ്പിതങ്ങളോടും നമുക്ക് വ്യക്തമായ മനോഭാവം വേദപുസ്തകം പറയുന്നുണ്ട്.
നിങ്ങൾക്കറിയാമോ, ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധന ദൈവത്തിന് അറപ്പാന്നാണ് നമ്മള് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അറപ്പാന്ന ആവർത്തന പുസ്തകം 7-ാം അധ്യായം 25, 26, 12, 31, 18-9 മുതൽ 13 വരെ അങ്ങനെയുള്ള വാക്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ദൈവം ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്നത് വിഗ്രഹങ്ങളെയാണ്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ മഹത്വം മറ്റാർക്കും, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തപ്പം ഒന്നാമത്തെയും രണ്ടാമത്തെയും കൽപ്പന അന്യദൈവ സേവയ്ക്കെതിരായിരുന്നു. ദൈവങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കരുത്. രണ്ടാമത്തെ കൽപ്പന, യാതൊന്നിന്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. മീതെ ഭൂമിയിലോ താഴെ വെള്ളത്തിലോ ഒന്നിന്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. അല്ലേ? ചിലര് ചോദിക്കുക, അതിനാ ദൈവത്തിന് ഇത്ര കുശുമ്പാണോ? ദൈവത്തിന് ഇത്ര അസൂയ പാടില്ല അല്ലേ? നമ്മള് വിഗ്രഹങ്ങളെ ദൈവത്തിന് അസൂയായിട്ടല്ല, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം മഹാ അസൂയാലുവാണെന്ന് വന്നില്ലേ എന്നാ ചിലര് ചോദിക്കുന്നത്. ദൈവത്തിന് കുശുമ്പായിട്ടാ അവരെ ആരാധിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നത് ദൈവത്തിന് കുശുമ്പാണ്, ഏകാധിപത്യമാണെന്നൊക്കെ വാദിക്കുന്ന ചില വചനവിരുദ്ധത. അതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ് ദൈവം പ്രതിമകൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞെന്നറിയാമോ? താൻ തേജോമയനായ ദൈവമാണ്. തനിക്ക് തുല്യമായി ഒന്നും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഇല്ല. താനല്ലാതെ മറ്റൊരാളില്ല. ആ ദൈവത്തിന് പകരമായി ദൈവമല്ലാത്ത ചിലതിനെ എടുത്ത് പ്രതിഷ്ഠിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവര് ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സാദൃശ്യത്തിലാക്കി കളഞ്ഞു. ദൈവത്തെ നമുക്ക് ഒന്നിനോട് ഉപമിക്കാൻ പറ്റുകയില്ല അല്ലെ? ഇപ്പം ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും നിത്യനും നീതിമാനും ഒക്കെയാണ്. ഇതെല്ലാം കൂടെ തികഞ്ഞ ഒരു വിഗ്രഹം ഒന്നും ഉണ്ടാക്കിക്കേ. ഇസ്രായേൽ മക്കൾ ആദ്യം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടിയുടെ ചില ലക്ഷണങ്ങൾ ദൈവവുമായിട്ട് ഒത്തുവരുന്നുണ്ട്. ഒന്ന്, കാളക്കുട്ടിയാണ്, കാഫാണ്, കാളയുടെ കിടാവാണ് അല്ലേ? ഒരു കാളയുടെ കിടാവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു പുതുമയുണ്ട് അല്ലേ? നമ്മൾ മുതുകാള എന്നൊക്കെ പറയുമ്പോൾ പ്രായം ചെന്നതല്ലല്ലോ. ഒരു കാളക്കുട്ടി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആകർഷണം, ഒരു പുതുമ, ആ പുതുക്ക, ആ നോവൽറ്റി, അത് ദൈവത്തിനുണ്ടല്ലേ? ദൈവം പഴകിപ്പോയിട്ടുണ്ടോ? ദൈവം പഴകിപ്പോയിട്ടുണ്ടോ? ദൈവം വലിയ കളവനായിട്ടൊന്നും ആരും സങ്കല്പിച്ചേക്കരുത് കേട്ടോ. ഭയങ്കര കളവനായി, ഒത്തിരി വർഷമായില്ലേ, അപ്പം ഇങ്ങനെ കളവനായിട്ട് അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ന്യൂ, ഓൾവേസ് ന്യൂ, മഞ്ഞ് പോലെയാണ് ദൈവം. പുതിയത്. ഇപ്പം രണ്ട്, ആക്ടിവിറ്റി. ദൈവം പ്രവർത്തന നിരതനാണ് അല്ലേ? പ്രവർത്തന നിരതനാണ്. ദൈവം എപ്പോഴും പ്രവർത്തിക്കും, അല്ലാതെ മടിയനല്ല, അലസനല്ല. അതുകൊണ്ടാണല്ലോ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയുമില്ല ഉറങ്ങയുമില്ല നമ്മൾ പറയുന്നത്. ദൈവത്തിന് ഉറക്കവും മയക്കവും ഒന്നും വേണ്ട, ക്ഷീണമില്ല. ദൈവം ക്ഷീണിക്കുകയല്ല, ദൈവത്തെ കാത്തിരിക്കുന്നവരും ക്ഷീണിക്കുകയല്ല അല്ലേ? ദൈവം ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിശ്രമമൊന്നും വേണ്ട കേട്ടോ. ഇത് പറയുമ്പോൾ ഓർത്താണ്, ഇവിടെ പല ദൈവങ്ങളെയും പകലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രിക്ക് ഉറക്കുപാട്ട് പാടി ഉറക്കി കിടത്തിയിട്ടാണ് ഭക്തന്മാര് പോകുന്നത്. രാത്രിക്ക് ഉറക്കുപാട്ട് പാടും.
അറിയാവോ? അതായി ഹരിവരാസനം എന്നൊക്കെ പറയുന്നതേ. ദേവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് രാത്രിയിലെ ഉറങ്ങാൻ വേണ്ടി ഉറക്കുപാട്ട് പാടി ഉറക്കിയിട്ടാണ് ഭക്തന്മാര് പോകുന്നത്, പൂജാരികൾ പോകുന്നത്. അപ്പൊ രാത്രി വീണ് ഉറങ്ങും. അപ്പം ഒരു വിഷയം, രാത്രിക്ക് അങ്ങനെ ഒരാവശ്യമുണ്ട്, ഭക്തൻ ഒരാവശ്യം ഉണ്ടായി എന്നെ എടുക്കും. ഉറക്കുപാട്ട് പാടി കടത്തി പടി അടച്ചാണ് പൂജാരി പോകുന്നത്. രാത്രിയിൽ ഭക്തനൊരു വേദന വന്നാൽ, ഒരാവശ്യം വന്നാൽ തെണ്ടി പോവുകയുള്ളൂ. എന്നാ ചെയ്യും? ദൈവം ഉറങ്ങുക. പിന്നെ എഴുന്നേക്കണമെങ്കിൽ രാവിലെ ഉണർത്തുപാട്ട് പാടണം. ഉണർത്തുപാട്ട് പാടി വേണം എഴുന്നേൽപ്പിക്കാൻ. നമ്മളെയൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പോഴേക്ക് അല്ലെ, നമ്മുടെ അമ്മമാര് വന്ന് തല്ലിക്കൊട്ടി എഴുന്നേൽപ്പിക്കുന്ന പോലെ തല്ലിക്കൊട്ടി പാട്ട് പാടി എഴുന്നേൽപ്പിക്കണോ ചില ദൈവങ്ങൾ. ക്ഷീണമാ. അതാ പറഞ്ഞത്, നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ പരിപാലകൻ എന്തില്ല, മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നില്ല. ഏത് അസമയത്തും ഏത് പാതിരാത്രിക്കും പടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമേ ഉള്ളൂ, അതാ നമ്മുടെ സ്വർഗം. കേട്ടോ? അർദ്ധരാത്രിയാണെങ്കിലും അസമയാണെങ്കിലും കുഞ്ഞെ നിനക്കൊരു വിഷയം ഉണ്ടായ വിളിക്കുമ്പോ മറുപടി തരാൻ ഉണർന്നിരിക്കുന്നു. അതാ നമ്മുടെ ദൈവം. ദൈവം ക്ഷീണിച്ചൊന്നും പോകുന്നില്ല. അപ്പൊ ആ പുതുമയോ ആക്ടിവിറ്റി അത് വേണമെങ്കിൽ കാളക്കുട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മറ്റു ചില പ്രത്യേകതകളുണ്ട്. നിത്യത, നീതിമാൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, അങ്ങനെ ദൈവത്തിന്റെ മറ്റു ഗുണലക്ഷണങ്ങളൊക്കെ നമ്മൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? അപ്പോ അതുകൊണ്ട് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞത്, ദൈവത്തെ നമുക്ക് ആരോട് ഉപമിക്കാം? ശരി, അങ്ങനെ വേറൊരാൾ ഉണ്ടെങ്കിൽ നീ അവനെ ആരാധിച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ആരാധിച്ചോ. ഇതെല്ലാം തികഞ്ഞവൻ ഇവിടെ ഇരിക്കുമ്പോ ഈ സ്തുതി വേറൊരാൾക്ക് കൊണ്ട് കൊടുത്താൽ ഇതെല്ലാം അർഹിക്കുന്നവൻ അത് ഇഷ്ടപ്പെടുവോ? എന്റെ മക്കളെ, അവധിക്ക് വരുമ്പോ എനിക്ക് 2 ഷർട്ടോ പാൻസോ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ മേടിച്ചു പെറുക്കി അവരവധിക്ക് വരിക. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുക. എന്റെ കുഞ്ഞുങ്ങൾ വരുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് വരുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ ദിവസം എണ്ണി കാത്തിരിക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ഇവര് അയൽവക്കത്ത് കൊണ്ട് കൊടുത്താലോ? എനിക്കിഷ്ടപ്പെടുവോ? അവരെ ജനിപ്പിച്ചവൻ, അവരെ വളർത്തിയവര്, അവരെ പഠിപ്പിച്ച് അവരെ ഉദ്യോഗസ്ഥരാക്കി കുടുംബസ്ഥരാക്കിയ ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പൊ എനിക്ക് തരാനുള്ളത് അയൽവക്കത്ത് അപ്പന് കൊണ്ട് കൊടുക്കുക. വേറൊരു അപ്പന്, വേറെ ആരുടെയോ അപ്പൻ. എനിക്ക് ഇഷ്ടപ്പെടുവോ? ഇതേ ഉള്ളൂ ദൈവത്തിന്റെ കാര്യം. അർഹിച്ചവൻ ഇരിക്കുക. സകല സ്തുതി, സർവ ബഹുമാനവും സർവയാരാധനയും അർഹിച്ചവൻ ഇവിടെ ഇരിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് കൊണ്ട് കൊടുക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. വിഗ്രഹാരാധനയെ ദൈവം വെറുക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ആദ്യത്തെ 2 കൽപ്പനകളും വിഗ്രഹങ്ങൾക്ക് എതിരെ എഴുതിയത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച? 10-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചോ? എന്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്താൽ കൈവിടപ്പെട്ടു? നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എന്തുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതാ 10-ാമത്തെ വാക്യം, 1-ാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചാൽ ഇസ്രായേൽ മക്കളുടെ പൂർവകാല പിതാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. അവര് മോശയുടെ കൂടെ ഒരേ ആത്മീയാഹാരം ഭക്ഷിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെല്ലാവരും സമുദ്രത്തിലൂടെ ഇറങ്ങി മോശയോട് ചേർന്നു. സമുദ്രം കടന്നല്ലേ, ചെങ്കടൽ കടന്ന കാര്യമായി പറയുന്നത്. സമുദ്രം എന്ന് പറഞ്ഞാൽ ചെങ്കടല. ചെങ്കടൽ കടന്നു. അവര് മോശയുടെ കൂടെ ചേർന്നു, മോശയോട് ചേർന്നു. അല്ലെ? അത് സ്നാനത്തിന് നിഴലാണെന്ന് നമുക്കറിയാമല്ലോ. അല്ലെ? വെള്ളത്തിലിറങ്ങി, ഇതിനാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നത്. നമ്മൾ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, നമ്മൾ യേശുവിനോട് ചേരുക. അവരെല്ലാവരും
ഒരേ ആത്മീയഹാരം, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ല അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു പറഞ്ഞത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. അടിവരയിട്ട് വായിക്കേണ്ട ഒരു വാക്യമാണത് കേട്ടോ. എല്ലാപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. ആഹാരം ഭക്ഷിച്ചപ്പോഴും, വെള്ളം കുടിച്ചപ്പോഴും, സമുദ്രത്തിൽ ഇറങ്ങിയപ്പോഴും എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് നടന്നതാ. പക്ഷെ അവരെല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞു പറയുകയാണ്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. തള്ളിയിട്ടെന്ന് പറഞ്ഞ ചെതറിച്ച് കളഞ്ഞെന്ന. എന്താ സംഭവിച്ചെന്താ അറിയാമോ? നിങ്ങൾക്കറിയാം, 6 ലക്ഷത്തി ചില്ലുവാനും ആളുകളാണ് യുദ്ധസജ്ജരായി മിസ്രയീമിലെ റമസേസിൽ നിന്നും വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയിൽ മോശയുടെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. കടിഞ്ഞൂൽ സംഹാരം നടന്ന ആ രാത്രിക്ക് ശേഷം 6 ലക്ഷത്തി ചില്ലുവാനും ജനം എന്ന് പറഞ്ഞ 6 ലക്ഷം മാത്രമല്ല കേട്ടോ, മൊത്തം ജനത്തെ അല്ല. യഹൂദൻ എപ്പോഴും കണക്ക് പറയുമ്പോൾ ആ കണക്കിനകത്ത് യുദ്ധസജ്ജരായ ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തൂ. എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരായ ആളുകൾ. പട്ടാളത്തിൽ യഹൂദന്മാർക്ക് 20 വയസ്സ് തുടങ്ങി 50 വയസ്സ് വരെ പട്ടാള സേവനം നടത്താൻ കഴിയും. യഹൂദന്മാരുടെ പ്രായപൂർത്തി എന്ന് പറയുന്നത് 20 കേട്ടോ. നമുക്ക് 21. യഹൂദന്മാർക്ക് 20. 20 വയസ്സിന് പുറകോട്ടുള്ളവരെ ബാല്യക്കാരെന്നാ പറയുന്നത്. പിള്ളേര്, ശിശുക്കള്, ബാല്യക്കാര്. ഒരു ബാല്യക്കാരൻ എന്നൊക്കെ പറഞ്ഞ ഇതാ 20 വയസ്സിന് താഴോട്ടുള്ള അർത്ഥം. 20 വയസ്സിന് താഴെയുള്ളവരെ ഒരു കണക്കെടുപ്പിലും പേർവഴി ചാർത്താനും അവർ ഉപയോഗിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവരെ പട്ടാളത്തിൽ എടുക്കുകയില്ല. സ്വതന്ത്രമായൊരു തൊഴിലിൽ അവർക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. യഹൂദ സമൂഹം അവരെ ഒരു വ്യക്തിയായിട്ടും അംഗീകരിക്കുകയില്ല. 20 വയസ്സ് വരെ. 20 ആകുമ്പോൾ പട്ടാളത്തിൽ ചേരാം, പട്ടാളക്കാരാകാം, യുദ്ധത്തിന് പോവാം. അവിടെ മുതലാണ് പ്രായമെടുക്കുന്നത്. അതുപോലെ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിൽ പെടുത്തുകയല്ല. 50. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ മിക്കവാറും പോക്കാം. ഏതായാലും യഹൂദന്മാരുടെ ഭരണം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഞങ്ങൾക്കൊരു നല്ല പേരും തന്നിട്ടുണ്ട്, സീനിയർ സിറ്റിസൺസ് എന്നേ. സീനിയർ എന്ന് പറഞ്ഞൊരു പദവി തന്നിങ്ങനെ നമ്മളെ ഒരു മൂലയ്ക്ക് പിടിച്ചിരുത്തിയിരിക്കുക. ഈ 20നും 50നും ഇടയ്ക്ക് പ്രായമുള്ള യുദ്ധം ചെയ്യാൻ സജ്ജരായ ആളുകളുടെ കണക്കാണ് 6 ലക്ഷം എന്ന് പറഞ്ഞത്. 6 ലക്ഷം. 20 വയസ്സിന് താഴോട്ടുള്ളവരുമുണ്ട്, 50 വയസ്സിന് മുകളിലോട്ടുള്ളവരുമുണ്ട്. പിന്നെ നമ്മുടെ സഹോദരിമാരുണ്ട് കേട്ടോ. സഹോദരിമാരുടെ കണക്ക് പണ്ടുമില്ല അവർക്ക്. സ്ത്രീകളെ കണക്കെടുക്കാൻ അവർ ഉപയോഗിക്കാറില്ല, അവരുടെ കണക്കെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ 5000 പേരെ പോഷിപ്പിച്ചെന്നൊക്കെ പറയുന്നിടത്തുവേ ഈ 5000 പുരുഷന്മാർ മാത്രമാണ് കേട്ടോ, സ്ത്രീകളില്ല കൂട്ടത്തിൽ. സ്ത്രീകളുടെ കണക്കില്ല. പിന്നെ വേറൊരു കാര്യമാണ്, കർത്താവ് അന്ന് അപ്പം കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പരസ്യ സ്ഥലങ്ങളിൽ സ്ത്രീകൾ അധികം പോകാറുമില്ല. അത് വേറെ കാര്യം. അപ്പൊ അന്ന് സ്ത്രീകൾ അധികം ഇല്ലായിരുന്നു. ഏതായാലും കുറച്ചുപേരുണ്ടായിരുന്നു, എന്നാലും അതിന്റെ ഇരട്ടിയൊന്നും കാണുകയില്ല. ചിലരങ്ങനെ കണക്ക് ഉപദേശിമാര് പറയുന്നത് കേൾക്കാം. 5000 പുരുഷന്മാരുണ്ടായിരുന്നെങ്കിൽ അത്രയും സ്ത്രീകളും കൂടെ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു. അത്രയും സത്യത ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ പൊതുകൂടിവരവുകളിലോ പൊതുസമ്മേളനങ്ങളിലോ സ്ത്രീകൾ യഹൂദന്മാരുടെ സ്ത്രീകൾ പോകാറില്ലായിരുന്നു. അവർ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അവരെ ഇങ്ങനെയുള്ള സാമൂഹിക കൂടിവരവുകളിൽ പങ്കെടുപ്പിക്കാറുമില്ലായിരുന്നു. പിന്നെ പെട്ടുപിടിച്ച് കുറച്ച് സഹോദരി, അതാണ് കർത്താവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ കുറച്ച് സഹോദരിമാരെ. കുഞ്ഞുങ്ങളെ കാണും. ഏതായാലും ഈ 6 ലക്ഷത്തിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ഉണ്ട്, പക്ഷെ അവരില്ല. ഏതായാലും 6 ലക്ഷം പുരുഷന്മാരെന്ന് പറയുമ്പോ എത്ര ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഓർത്തേ. 6 ലക്ഷം. അതുകൊണ്ടാണ് 30 ലക്ഷം എന്നൊക്കെ അതിനെക്കുറിച്ച് ഗണിച്ച പണ്ഡിതന്മാർ പറയുന്നത്. 30 ലക്ഷം പേരാണ് റമസേസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് അന്ന് ഒറ്റ രാത്രിക്ക്. നിങ്ങൾ നോക്കണം. അല്ലാതെ ഇതൊരു തീർത്ഥാടനമൊന്നുമല്ല. ഈ സത്യത്തിൽ ഇതൊരു ഗോത്രയാനമായിരുന്നു കേട്ടോ. പുറപ്പാട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുന്ന 5-6 പേര് ഇങ്ങനെ നടന്നു വന്ന കാര്യമാണ്. അതല്ല, ഒരു ഗോത്രയാനമായിരുന്നു. 30 ലക്ഷം ആളുകള്. പിന്നെ ഓർത്തണം,
അവരുടെ വളർത്തുമൃഗങ്ങള് കുറച്ച് ആടും കാളയാണല്ലോ അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്, അല്ലേ? വളർത്തുമൃഗങ്ങള് ഇതെല്ലാം കൊണ്ട് ഇറങ്ങി വരിക, എല്ലാം കൊണ്ട് ഇറങ്ങി വരുന്നേ എന്തോ ഒരു ബഹളമായിരിക്കും, അല്ലേ? ഇവരെല്ലാം ഒരുമിച്ച് കിടന്നതാ, ഒരുമിച്ച് സമുദ്രത്തോട് സ്നാനം ഏറ്റു, ഒരുമിച്ച് ആത്മീയാഹാരം തിന്നു, ഒരുമിച്ച് ആത്മീയ പാനീയം കുടിച്ചു. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തിനാ ഈ 40 വർഷം മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തിയെന്നറിയാമോ? നേരെ പോയാൽ എളുപ്പം പെട്ടെന്ന് ചെല്ലാം. പക്ഷെ ഈ 40 വർഷം ചുറ്റി ചുറ്റി നടത്തിയത് എന്തിനാണെന്നറിയാമോ? പിറുപിറുത്ത ഈ ജനത്തെ, ദൈവത്തിനെതിരെ മറുതലിച്ച ഈ ജനം, ഈ 6 ലക്ഷത്തിൽ കണക്കിലുള്ള 2 പേരൊഴികെ, കണക്കിലുള്ളത് കേട്ടോ എന്ന് പറഞ്ഞാൽ 20-നും 50-നും ഇടയ്ക്കുള്ള ആളുകൾ, യുദ്ധസജ്ജരായിട്ട് ഇറങ്ങി 6 ലക്ഷത്തിൽ കാലേബും യോശുവയും ഒഴികെ ബാക്കി സകലരും, മോശ അടക്കം ഇവിടെ മരിച്ചു വീഴേണ്ടിയിരുന്നു. അവരെ കൊണ്ടുപോയില്ല. ദൈവത്തിന്റെ എന്തൊരു നീതിയാ നോക്കിയേ. ശരിയാണോ? ശരിയാണ്. കാരണം എന്താണെന്നറിയാമോ? അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞേച്ച് താഴെ പറയുകയാണ്, അവരുടെ പാപങ്ങൾ 1, 2 അല്ല, 1 ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അതിനു മുൻപ് പറഞ്ഞിരിക്കുകയാണ്, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹി. 1 മോഹം, അവരുടെ പാപം അതാണ്, മോഹം. 10ാമത്തെ കൽപ്പന അതല്ലേ, നിങ്ങൾ മോഹിക്കരുത്. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നതോ നിങ്ങൾ അർഹതപ്പെട്ടതോ അപ്പുറമായിട്ടൊന്നും മോഹിക്കരുത്. ഇന്നത്തെ ദൈവമക്കളെ, ദൈവസഭയും പിടിച്ചിരിക്കുന്ന ഒരു വലിയ തെറ്റാണ്. ഇത് പഴയ നിയമത്തിൽ സംഭവിച്ചതാണെങ്കിലും പുതിയ നിയമത്തിൽ കണ്ടോ പൗലോസ് അത് എടുത്തെഴുതിയിരിക്കുകയാണ്. കാരണം ഇത് പുതിയ നിയമസഭയ്ക്കും ബാധകമായതുകൊണ്ടാണ്. അല്ലാതെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസികൾക്കുള്ളതല്ലെന്നും പറഞ്ഞ് തള്ളാനുള്ളതല്ല. അത് പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്തു പൗലോസ്. ദുർമോഹികൾ എന്ന് പറഞ്ഞാൽ അധികം എനിക്ക് വേണം. ഈ പൗലോസ് തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ എനിക്കറിയാം എന്നത്. ഈ അലംഭാവം എന്ന് പറഞ്ഞാൽ അലംഭാവം എന്ന് പറഞ്ഞാൽ അലം എന്ന ഭാവം, അതാ നമ്മൾ ഈ അലക്ഷ്യമായിട്ടിരിക്കുന്നതിനെ അലംഭാവം എന്ന് പറയും. നമ്മുടെ ഭാഷമാരൊക്കെ പറഞ്ഞില്ലേ, അയ്യേ സഹോദരന്മാരെ, അലംഭാവത്തോടെ ദൈവസന്നിധി ഇരിക്കാതെ എന്നാണ് ഞാൻ പറഞ്ഞ. അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം എന്നറിയാവോ? അലം എന്ന ഭാവം. അലം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംതൃപ്തി എന്നാണ്. സംതൃപ്തി കേട്ടോ. അപ്പൊ അലംഭാവം എന്ന് പറഞ്ഞാൽ തൃപ്തി എന്ന ഭാവം. എനിക്കുള്ളത് മതി. ദൈവമക്കൾക്ക് ഇല്ലാതെ പോകുന്ന നിർമോഹം, പലതും നേടാൻ, പലതും കിട്ടാൻ ഇന്ന് കർത്താവിനെ വരെ കൂട്ടുപിടിക്കുക. നമ്മളിന്ന് ആരാധിക്കുന്നുണ്ട്. ആരാധിച്ചാൽ എന്നാ കിട്ടുന്നേ? വീട്, വണ്ടി, വിസ, വിദേശവാസം. അയ്യോ, കിട്ടാത്തതൊന്നുമില്ല അല്ലേ? ഇന്നത്തെ ആളുകൾ എന്താ പറഞ്ഞു കൊടുക്കുന്നേ? സൈക്കിളെ വാ, സ്കൂട്ടറെ പോ, സ്കൂട്ടറെ വാ, ബൈക്കേ പോ, ബൈക്കേ വാ, കാറേ പോ, കാറേ വാ, വിമാനത്തെ പോ. ഇങ്ങോട്ട് കാറേലിഞ്ഞ് വന്നാൽ മതി, അങ്ങോട്ട് വിമാനത്തെ വിടാം. ഇപ്പൊ എന്തിനാ നമ്മളെല്ലാം കൂടെ ആരാധിക്കാൻ ചെല്ലുന്നേ? വിമാനത്തെ കയറാൻ അല്ലേ? സൈക്കിള് കിട്ടാൻ, വീട് കിട്ടാൻ, വണ്ടി കിട്ടാൻ നമ്മളെന്തിനാ ഇന്ന് ആരാധനയ്ക്ക് പോകുന്നേ? നമ്മളെന്തിനാ ദൈവത്തെ സേവിക്കാൻ പോകുന്നേ? ദൈവസഭയെ ദുർമോഹികളുടെ കൂട്ടമാക്കി മാറ്റി ഇന്നത്തെ ചില അപ്പോസ്തലന്മാര് കേട്ടോ. ആ ദുർമോഹം കൊണ്ട് എത്തിച്ചത് എവിടെയാ?
അതെവിടെയാ കിടക്കുന്നത്? ദുർമോഹം. സംഖ്യാപുസ്തകം മറന്നു കിടപ്പുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ ദൈവം കൊടുത്തു. ന്യായമായത് അത് കൊടുത്തത് മന്ന അല്ലേ? അതിന് മല്ലന്മാരുടെ ഭോജനം, സ്വർഗീയ ഭോജനം എന്നൊക്കെയല്ലേ മന്നയെ വിളിച്ചിരിക്കുന്നത് അല്ലേ? പത്തമ്പാലരി പോലെ എണ്ണ ചേർത്ത മാവിന്റെ രുചിയല്ലേ? തേൻ ചേർത്ത് തിന്നുന്ന പോലെയാണ്. എന്തൊരു ടേസ്റ്റി എന്നറിയാമോ മല്ലന്മാരുടെ ഭോജനം? മുഴുവൻ പ്രോട്ടീൻസാ. അതാ 81 സംഗീതത്തിൽ പറയുന്നത്, മേൽത്തരമായ കോതമ്പ് കൊണ്ട് ദൈവം റിഫൈൻഡ് വീറ്റ്, അതാ മന്ന. റിഫൈൻഡ് വീറ്റ്, റിഫൈൻ ചെയ്ത് ശുദ്ധി ചെയ്തെടുത്തതാ എന്ന് പറഞ്ഞാൽ ഉള്ള ഊമിയെല്ലാം കൂടെ തിന്ന് നീയൊക്കെ ചാകട്ടെന്നും പറഞ്ഞല്ല ദൈവം കൊടുത്തത്. ഞാൻ ഓർക്കുക, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഈ മരുഭൂമിയിലെ ജീവിക്കണല്ലേ, പ്രോട്ടീൻ മാത്രം വേർതിരിച്ചെടുത്തിട്ട് ദൈവം കൊടുത്ത അവർക്ക്. പ്രോട്ടീൻ അധികം കഴിക്കണം, ഇത്തിരി കഴിച്ചാൽ മതിയെന്ന്. ചുമ്മാ വാരി വലിച്ച് വയറ് വേറെ തിന്ന് കൊടവയറും ചാടി നടന്ന മരുഭൂമികൾ നടക്കാൻ പറ്റുകയില്ല. അതാ വേറെ കാര്യം. അതുകൊണ്ട് കൊടവയറ് ചാടരുതെന്നും ദുർമേധസ് ഉണ്ടാകരുതെന്നും കണ്ട് ദൈവം പ്രോട്ടീൻസ്, കറക്റ്റ് സാധനം, എല്ലാ വൈറ്റമിനും കൂടെ ഒത്തുചേർന്ന ഒരു ആഹാരം അങ്ങോട്ട് കൊടുത്തത്. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ കണ്ടമാനം ഉമ്മിയും തവിടും എല്ലാം കൂടെ തിന്നാലേ ഇത് മരുഭൂമിയാ. രാവിലെ എഴുന്നേറ്റ് പോണമല്ലോ, അതിനും ബുദ്ധിമുട്ട്. വെള്ളവും കുറവല്ലേ, രാവിലെ ഭാരം കൊണ്ട് പോവുകയല്ലേ. അപ്പൊ അതിന് വെള്ളം വേണമല്ലോ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അധികം പോകണ്ട, അധികം കളയണ്ട. തിന്നുന്ന മൂടെ നിന്റെ ശരീരത്തിൽ പിടിക്കണം. അതിനാണ് ദൈവം റിഫൈൻഡ് വീറ്റ്, വ്യക്തമായ കോതമ്പ് അങ്ങോട്ട് കൊടുത്തത്. മല്ലന്മാരുടെ ഭോജനം, സ്വർഗീയ ഭോജനം അതങ്ങോട്ട് കൊടുത്തത്. കുറച്ച് തിന്നു കഴിഞ്ഞപ്പോ ഇവന്മാര് പറഞ്ഞു കേട്ടോ, ഈ നിസ്സാരമായ മന്നയല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ എന്നാ ഉണ്ട്, ഇത് ഞങ്ങൾക്ക് വെറുപ്പാണ്. ഈ ചിലർക്ക് അങ്ങനെയാ കേട്ടോ, ഈ നല്ലതൊന്നും അവർക്ക് ബോധിക്കുകയല്ല. ദൈവമക്കളുടെ കാര്യമായി പറഞ്ഞത്, ഈ കൊള്ളാവുന്നത് നല്ലതും ഒന്നും നിനക്ക് തന്നാൽ കൊള്ളുകയില്ല. നിനക്കൊരു കുഴപ്പമെന്നറിയാവോ? ഈ പിറുപിറുത്തേ ചില നന്മ മേടിക്കുള്ളൂ, പിറുപിറുത്ത്. അതല്ലാതെ ഒന്നും മേടിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് കാത്തിരുന്ന് മേടിക്കാനും, കർത്താവെ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ച് മേടിക്കാനും അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യുക? പിറുപിറുത്ത് മേടിക്കുക. അവസാനം എന്ത് ചെയ്തു? ഞങ്ങൾക്ക് എന്നാ വേണം? ഇറച്ചി വേണം. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ചിറ്റുള്ളി, ചീരുള്ളി, കുമ്മട്ടിക്ക, മീൻ, ഞങ്ങളുടെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയായിരുന്ന ഇവരെല്ലാം കശാപ്പ് കടക്കാരായിരുന്നു കേട്ടോ. കശാപ്പ് കടക്കാരന്റെ വീടെന്ന് കേട്ടിട്ടുണ്ടോ? കശാപ്പ് കടക്കാരന്റെ വീട്ടിലെ എപ്പോഴും ഇറച്ചിക്കലം ഇങ്ങനെ അടുപ്പേ നിൽക്കുന്നു. കാരണം അവിടെ വരുന്നത് അധികം എല്ലാം കൂടെ ഇഞ്ഞു കൊണ്ടുവരില്ലോ. ഇവരെല്ലാം കശാപ്പ് കട നടത്തുകയായിരുന്നു. ഇറച്ചിക്കലം സത്യം പറഞ്ഞാൽ ഊഴിയവേലക്കാരുടെ അടിയും കൊണ്ട് മണ്ണും തിന്ന് നടന്നവനാ ഇന്ന് ഈ അവിവേകം പറയുന്നത്. കേട്ടോണം, അഹങ്കാരം പറയുന്നത്. ഞങ്ങൾ അവിടെ എവിടെ ഇസ്രയേലിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ തിന്നിട്ടുള്ള മത്തങ്ങ, ചിറ്റുള്ളി, ചീരുള്ളി, മീൻ, എന്തെല്ലാം തിന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, അതിന് പകരം ഈ നല്ല പ്രോട്ടീൻസ് തന്നിട്ട് അതിന്റെ വില നിനക്ക് അറിയത്തില്ല. ഇപ്പോഴും പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുക. കൃപ വരുന്നതിന് മുമ്പ് ഏതാണ്ടല്ല ആരെന്നെന്ന്, ഏതാണ്ടല്ല ഉണ്ടായിരുന്നെന്ന്, അല്ലേ? അറിയാം. ദൈവം എടുത്ത് കാണിക്കാത്തത് കൊണ്ടാ ഇതിലൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഇന്നും കഞ്ഞി കുടിച്ച് പോകുന്നത്. അത് പറയുകയല്ല. ഇല്ലേ പണ്ടേ പട്ടണിക്ക് കിടന്ന് ചാകണ്ട, അത് പറയുന്നുണ്ടില്ല, അത് പറയുകയല്ല. കൃപ വന്നുകൊണ്ട് ഇന്ന് കുഞ്ഞെ വേണ്ടെന്നേ, കഞ്ഞിവെള്ളം ആണേലും സ്തോത്രം ചെയ്ത് കുടിക്കുമ്പോ എന്തൊരു ആരോഗ്യമാ നമുക്കത്. പ്രോട്ടീൻസ് അല്ലേ? ദുർമോഹം അവരെ കൊണ്ട് എത്തിച്ചത്. 7-ാമത്തെ വാക്യം നോക്കിക്കേ. അടുത്തത്, ജനം തിന്നുവാനും കുടിപ്പാനുമായിട്ട് ഇരുന്നേച്ചു. ഇത് ഏതാ? സീനായി മലയുടെ താഴ്വര വെച്ച് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ അഹരോനും കൂട്ടരും ഉണ്ടാക്കിയ വിഗ്രഹാരാധനയെ കുറിച്ച് അവിടെ പറയുന്നത്.
വിഗ്രഹാരാധന, കാളക്കുട്ടിയെ ഉണ്ടാക്കി. അടുത്തത് നോക്കിയേ, 25 ബാൽപയോരിനോട് ചേർന്ന കാര്യം അവിടെ പറയുന്നത് അല്ലേ? അവര് പരസംഗം ചെയ്തു എന്നവിടെ പറയുന്നത്. അതെ, പരസംഗം എന്ന് പറയുമ്പോഴത്തേക്ക് 2 കാര്യമുണ്ട് അവിടെ. ഒന്ന്, മോവാബ്യ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2, ആ സ്ത്രീകൾ സേവിച്ച ദൈവത്തെ പോയി സേവിച്ചു. അതിനെ പരസംഗം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇട്ടതെന്ന് അറിയാമോ? വേശ്യാവൃത്തിയും തന്നെ അതിന്റെ അർത്ഥം. വേശ്യാവൃത്തി. ജനം പരസംഗം ചെയ്തു. 9-ാം വാക്യം, അഗ്നിസർപ്പം കടിച്ച കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നിസർപ്പം. 10-ാം വാക്യം പിറുപിറുത്ത കാര്യമാണ്. അതൃപ്തിയുടെ ഭാഷയാണ് പിറുപിറുപ്പ്, അല്ലേ? ഇല്ലേ? പിറുപിറുപ്പ്. റഗാൻ എന്ന് പറഞ്ഞ പദമാണ് എബ്രായ ഭാഷയിൽ ഗാംഗുസ്മോസ് എന്ന ഗ്രീക്കിൽ പറയുന്നത്. ഈ സത്യത്തിലെ ഈ പിറുപിറുപ്പ് ആ പദം ഒന്ന് കേട്ടെ. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് പറയുന്നത് എന്നാ അറിയോ? murmurings എന്ന് പറയും. murmurings. അത് ഈ ഒണോമറ്റോപ്പിയ എന്ന് പറഞ്ഞൊരു അലങ്കാരമുണ്ടേ. ഒണോമറ്റോപ്പിയ ഭാഷയിലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വേദപുസ്തകം പഠിക്കുമ്പോഴേ വേദപുസ്തക ഭാഷയുടെ ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരമൊക്കെ പഠിക്കണം. എന്നാലേ ഈ വേദപുസ്തകം എനിക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം നിങ്ങളോടാണ് ഞാൻ ഷിയാസം പറഞ്ഞ് ആണെന്ന് തോന്നുന്നു, വേറെ ക്ലാസ്സിലാണോ ഷിയാസം? പോട്ടെ. ഒണോമറ്റോപ്പിയ എന്ന് പറഞ്ഞൊരു ഒരു അലങ്കാരമുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം? ഒണോമറ്റോപ്പിയ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മളെ ഈ ഇംഗ്ലീഷിൽ കുയിലിനെ വിളിക്കുന്ന പേര് അറിയോ? കുയിലിനെ വിളിക്കുന്ന പേര് ഇംഗ്ലീഷിൽ, നമ്മൾ മലയാളത്തിൽ കുയിൽ, എന്താ കുയിൽ എന്ന് വിളിക്കുന്ന അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ വിളിക്കുന്ന കുക്കു. ഇംഗ്ലീഷിൽ കുയിലിനെ കുക്കു എന്നാ വിളിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്നറിയോ? കുയിൽ ഉണ്ടാക്കുന്ന ശബ്ദം ഏതാ? ആ ശബ്ദം തന്നെ ഇട്ട് വിളിക്കുക. ആ പദത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് നമ്മളും വിളിക്കുന്നത്. ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുയിൽ, കൂകുന്ന മയിലെന്നുള്ള അർത്ഥമാ കുയില്, അല്ലേ? നമ്മുടെ പിള്ളേര് ബസ്സിനെ വിളിക്കുകയല്ലേ? പോപ്പോ വണ്ടി എന്ന് പറയുകയല്ലേ? അല്ലേ? പട്ടിയെ പിള്ളേര് വിളിക്കുന്നത് ബൗവോ എന്ന് വിളിക്കുകയല്ലേ? പൂച്ചയെ മ്യാവൂ എന്ന് വിളിക്കുകയല്ലേ? ആ ഉണ്ടാക്കുന്ന ശബ്ദം അനുസരിച്ച് അതിന് പേര് വിളിക്കുക. ഇതിനെ ഒണോമറ്റോപ്പിയ എന്നാ പറയുന്നത്. അതിന്റെ അലങ്കാരമേ ഈ മെർമറിങ് അങ്ങനെയാണ് കേട്ടോ. മെർമറിങ് മലയാളത്തിൽ നമ്മള് പിറുപിറുക്കുക, വേറെ ഉണ്ട് പൊറുപൊറുക്കുക, വേറൊരു പദമുണ്ട് മുറുമുറുക്കുക. നിങ്ങൾ ആ പദം എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. പൊറുപൊറുക്കുക എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? പൊറു 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചുമ്മാ പറയും. എന്നതാണോ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നുമില്ല. ഒരു പരാതിയാണേ നമുക്ക് ഒരാളോട് പറയാതെ, നമുക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. ദൈവത്തോട് നമുക്ക് പരാതി ബോധിപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പരാതി, കർത്താവേ ഇന്ന കാര്യം എന്ന് പറഞ്ഞൊരു പരാതിയാണേ ദൈവത്തോട് പറയാം. ഇത് അത് പറയുകയല്ലെന്ന് ചുമ്മാതെ സർവ്വനേരം ഇങ്ങനെ നടക്കുമ്പോഴല്ലേ എന്ത് ചെയ്യുക? എന്നതാ ഈ പറയുന്നത് ചോദിച്ചു. ഇയാൾ എന്നാ പറയുന്നത്? ഒന്നുമില്ല, പറയാനൊന്നുമില്ല. വല്ലതും പറയാനുണ്ട്, പറ. അത് പറയുകയല്ല. സഹോദരിമാർക്ക് പ്രത്യേകിച്ച് അറിയാവല്ലോ ഇതേ. വെറുതെ നടക്കുക. എന്താ ചോദിക്കുന്നത്? നീ എന്നാ ഈ പറയുന്നേ? അതില്ല, അത് പിന്നെ ഏതാണ്ടെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക. ചുമ്മാ അങ്ങ് പറയുക. എന്ന അതൃപ്തിയെ കാണിക്കുന്ന ഭാഷയല്ലേ ഇത്? നമുക്കൊരു പരാതി പറയാം. അതാ ദൈവത്തോട് പിറുപിറുക്കരുത് കേട്ടോ. 12 വട്ടമാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പൊറുപുറുത്തത്. 12 വട്ടം പിറുപിറുപ്പ്.
വെറുപ്പ്, മെർമറിങ്. ആ മെർമറിങ് ഇംഗ്ലീഷ് പദം കണ്ടോ? ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. എന്നാന്ന് ചോദിച്ചാൽ ഇല്ല, പരാതിയില്ല, നോ കംപ്ലൈന്റ്. പക്ഷെയോ അതൃപ്തി, ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തിയില്ല. അതാ ഇപ്പൊ വെറുപ്പ്. ദൈവത്തെ ഏറ്റവും വെറുക്കുന്ന ഒരു പാപം. ഇതെല്ലാം കൂടെ പറഞ്ഞേച്ച് കേട്ടോ, ദൈവസഭയ്ക്ക് ഇത് ഉണ്ടാകരുത്, ഇതാ പറഞ്ഞേ. അടുത്തത് നമ്മള് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ പറഞ്ഞേച്ചാണ് താഴെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഗം വായിച്ചത്. ഏതാ? എല്ലാം നിയമാനുസൃതമാണ്. അതിന്റെ ഇടയ്ക്ക് വേറെ വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞ 15ാമത്തെ വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് വിഗ്രഹാരാധന അല്ലെ എടുത്തു പറയുന്നുണ്ട്. വിഗ്രഹാരാധന എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് തൊട്ടുവിട്ടതായിരുന്നു. വിഗ്രഹാരാധനയിൽ ഈ പഴയ നിയമത്തിലെ യാഗത്തെ കൂടെ നമ്മൾ ഓർക്കണം അല്ലേ? അതിനവിടെ കർത്താവിന്റെ മേശയെക്കുറിച്ച് യാഗം, പഴയ നിയമ യാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ വാക്യം എത്രയാ? 23 അല്ലേ? അതെ, 23. നിങ്ങൾ ഭുജിക്കുന്നവൻ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ അല്ലയോ? പഴയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലൊക്കെ നമ്മള് പഴയ നിയമത്തിൽ ചില യാഗങ്ങൾ അർപ്പിച്ചാൽ, എല്ലാ യാഗത്തിനും അല്ല, ദഹനയാഗത്തിനൊന്നും അങ്ങനെ കിട്ടുകയില്ല. ചില യാഗങ്ങൾ നമ്മൾ അർപ്പിച്ചാൽ അർപ്പിക്കുന്നതിന് ഒരു വിഹിതം അർപ്പിക്കുന്ന ആൾക്കുള്ളതാണ്, കഴിക്കാനുള്ളതാണ്. അവർക്കത് കഴിക്കാം. അങ്ങനെ യാഗത്തിൽ നിന്നും ഒരു ഭാഗം നമ്മൾ എടുത്ത് കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്കാണോ യാഗം അർപ്പിച്ചത് ആ വ്യക്തിയുമായി നമ്മൾ എന്ത് ചെയ്യാം? കൂട്ടായ്മ ബന്ധത്തിലായി, പാർട്ടൈക്കേഴ്സായി. അതതിന്റെ അർത്ഥം. അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് അർപ്പിച്ചു. അപ്പൊ യാഗം കൊണ്ട് ദൈവത്തിന് അർപ്പിച്ചു. അപ്പൊ അത് ദഹിപ്പിച്ചു, അത് തീ കൊണ്ട് ദഹിച്ചു. ഒരു ഭാഗം നമുക്ക് കഴിക്കാൻ തന്നു. അപ്പൊ ദൈവം ആ ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം കഴിച്ചു, ദൈവം അതെടുത്തു സ്വീകരിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ യാഗം അർപ്പിച്ചു കഴിയുമ്പോ അതിന്റെ ഒരു വിഹിതം നമ്മളൂടെ കഴിച്ചു. അപ്പൊ ഞാനും ദൈവവും തമ്മിൽ എങ്ങനെയായി? കൂട്ടായ്മ ബന്ധത്തിലായി അല്ലേ? നിങ്ങൾ കൂട്ടാളികൾ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളാകുന്നു. നമ്മൾ പാർട്ടേക്കേഴ്സ് ആണ്. ഇത് തന്നെയാ കർത്തൃമേശയും. കഴിഞ്ഞ ആഴ്ച ഞാനതൊന്ന് സൂചിപ്പിച്ചു വിട്ടു. കർത്താവിന്റെ ശരീരം എന്ന നിലയിൽ അപ്പത്തെ നമ്മൾ വിചാരിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു ഭാഗം എടുക്കുമ്പോൾ നാം കർത്താവിന്റെ കൂട്ടാളികളായി അല്ലേ? കർത്താവിന്റെ രക്തം എന്ന് ചിന്തിച്ചുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ആ വീഞ്ഞ് കുടിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂട്ടായ്മ ബന്ധത്തിലായി, പാർട്ടേക്കേഴ്സ്. നമ്മൾ കൂട്ടാളികളായി. അങ്ങനെയാണെങ്കിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്നത് നിങ്ങൾ മേടിച്ച് തിന്നാൽ നിങ്ങൾ ആരുടെ കൂട്ടാളികളായി? ആ വിഗ്രഹത്തിന്റെ കൂട്ടാളികളായി. ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർത്തിക്കണം കേട്ടോ. നേർച്ചയും കാഴ്ചയും ഇത്തരമൊന്നും കൊണ്ടൊന്നും മേടിച്ച് തിന്നരുത്. നമ്മളെ വളരെ സ്നേഹിച്ചു കൊണ്ടിരുന്നതായിരിക്കാം. നമ്മളവരെ നിഷേധിക്കണ്ട, അവരെ മുഷിപ്പിക്കണ്ട. വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലായി, ഞങ്ങള് അത് ഉപയോഗിക്കാറില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രമാണമുണ്ട്. അത് സ്നേഹത്തോടെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാന് കോളേജിൽ പഠിക്കുന്ന കാലത്തും ജോലി ചെയ്ത കാലത്തും ഒക്കെ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ പല ക്ഷേത്രങ്ങളിലൊക്കെ പോയിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ വിഹിതം കൊണ്ടുവരും. എല്ലാവരും ഇരുന്ന് കഴിക്കും. എനിക്ക് തരുമ്പോൾ ഞാൻ പറയും, എനിക്ക് വെറുപ്പല്ല, അത് അറപ്പുമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രമാണമുണ്ട്. പെന്തിക്കോസുകാരനാണെന്നുള്ളത് അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങളത് കഴിക്കില്ല. എനിക്ക് വെറുത്തിട്ടല്ല,
നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുതാ, ഞാൻ കഴിക്കാം. ഇതിനിങ്ങനെ ഒരു പ്രമാണം ഞാൻ കൊണ്ട് അത് കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, അത് കളയണ്ട, നിങ്ങൾ ചോദിച്ചു. സ്നേഹപൂർവ്വമേ പറയാവുള്ളൂ കേട്ടോ, ആളുകളെ വെറുപ്പിക്കരുത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഗ്രഹാർപ്പണം മേടിച്ച് തിന്നേക്കരുത്. അവര് കൊണ്ടുവന്ന അവലും മലരുവോ കദളിപ്പഴമോ ഒട്ടത്തേങ്ങയോ നരവണോ പായസമോ നേർച്ച വളമ്പോ പാച്ചോറോ ഒന്നും മേടിച്ച് തിന്നരുതെന്ന്. നിങ്ങളങ്ങനെ തിന്നുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? യു ആർ പാർട്ടേക്കേഴ്സ് വിത്ത് ദാറ്റ് ഇമേജ്. ആ വിഗ്രഹവുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? കൂട്ടായ്മ ബന്ധത്തിലായി. ഇത് പറഞ്ഞേച്ചാ പൗലോസ് പറഞ്ഞത് എല്ലാം നിയമവിധേയ കാര്യമൊക്കെ ശരിയാ, എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ, അത് പാപമൊന്നും അല്ലല്ലോ, തെറ്റല്ലല്ലോ, രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് തെറ്റൊന്നും അല്ലല്ലോ, ആണോ? മറ്റൊരു ദേവൻ അർപ്പിച്ച ആഹാരം, നേർച്ചവളമ്പാകട്ടെ, പായസമാകട്ടെ, പാച്ചോറാകട്ടെ, അരവണയാകട്ടെ, ചോറായിക്കോട്ടെ, കറി ആയിക്കോട്ടെ, അത് കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നാൽ ഞാൻ അതിന്റെ പാർട്ടേക്കേഴ്സായി. അത് പറഞ്ഞാ പൗലോസ് പറഞ്ഞത്, എനിക്കത് നിയമവിധേയ, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും പോവുകയില്ല സർക്കാർ, ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യൊന്നുമില്ല, പക്ഷെ എനിക്കത് പ്രയോജനമല്ല. രണ്ട് പറയുക, അത് എനിക്ക് പ്രയോജനമല്ല. അടുത്തത് വീണ്ടും പറയുകയാണ്, എല്ലാം നിയമാനുസൃതമാണ്, പക്ഷെ എല്ലാം പടുത്തുയർത്തുന്നില്ല. രണ്ട്, ഒന്ന് എനിക്ക് പ്രയോജനമല്ല, എനിക്ക് പ്രയോജനമല്ലാത്തതെല്ലാം ഞാൻ മാറ്റിയേക്കണം, വേണ്ട. എന്റെ ആത്മീയ ജീവിതത്തിന്, ഒരു ദൈവവേദന എന്നുള്ള നിലയിൽ, എന്റെ ക്രിസ്തീയ ജീവിതത്തിനും എന്റെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്കും പ്രയോജനപ്രദമല്ലാത്തതൊക്കെ ഞാൻ ഉപേക്ഷിക്കുക. അത് സ്വയം കണ്ടെത്തിക്കണം. ചോദിക്കണം, ഓരോന്നും ചോദിക്കണം, നമ്മൾ ചോദിക്കണം, ഇതെനിക്ക് എന്റെ നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ എത്രത്തോളം പ്രയോജനപ്രദമാകുന്നു. രണ്ട്, ഇതെന്നെ പടുത്തുയർത്തുന്നുണ്ടോ? ആത്മീക വർധനമെന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീക വർധനവ്, എഡിഫൈ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എഡിഫിക്കേഷൻ, ഓയിക്കഡോമിയോ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാ. ഓയിക്കോസ്, ഡോമോ. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ വീട്, ഡോമോ എന്ന് പറഞ്ഞാൽ പണിയുക, വീട് പണിയുക, ടു ബിൽഡ് എ ഹൗസ്. ആത്മീക വർധനം എന്ന് പറഞ്ഞാൽ വീട് പണിയുക എന്നാണ്. ടു ഇറക്ട് എ ബിൽഡിംഗ്, ഒരു കെട്ടിടം പണിയുക എന്നുള്ളതാണ്. ഒരു കെട്ടിടം പണിത് 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 ഉറപ്പിക്കുക, ഒന്നിനു മേൽ ഒന്ന് പണിത് നമ്മൾ ആ കെട്ടിടം ഉറപ്പിക്കുന്നതിനെയാണ് ഓയിക്കഡോമിയോ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതവും നമ്മളിങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇന്നലത്തെക്കാൾ ഇന്ന്, ഇന്നത്തെക്കാൾ നാളെ, നാളെക്കാൾ മറ്റന്നാള്, ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, നമ്മുടെ പ്രത്യാശയും വളർത്താനുതകുന്ന കാര്യത്തിൽ മാത്രമേ ഒരു ദൈവപൈതൽ ചെന്ന് ഇടപെടാവൂ. ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം. ഞാൻ ഈ വിഷയത്തിൽ ചെന്നാൽ, ഒരാള് ടൗണിൽ ഒരു നാടകത്തിന്റെ 2 ടിക്കറ്റ് തന്നു, 10,000 രൂപയുടെ ടിക്കറ്റാ, നിങ്ങൾ പോയി കണ്ടോളാൻ പറഞ്ഞു തന്നു, എനിക്ക് പോകാമോ? നിങ്ങൾ സ്വയം ചോദിക്കണം, നമ്മൾ സ്വയം ചോദിക്കണം. അല്ല, വേറെ പുസ്തകം പരതിയാൽ നാടകത്തിന് പോകരുതെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടില്ല, ഗാനമേളയ്ക്ക് പോകരുതെന്ന് എഴുതി വെച്ചിട്ടില്ല, മിമിക്സ് പരേഡിന് പോകരുതെന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, ഇത് എന്റെ ആത്മീയ ജീവിതത്തിന് എത്രത്തോളം പ്രയോജനം ചെയ്യും? ഇത് എന്റെ ക്രിസ്തീയ ജീവിതത്തെ എത്രത്തോളം വളർത്തും? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പടുത്തുയർത്തുന്നതായിരിക്കാം. വ്യക്തിപരമായിട്ട് മാത്രമല്ല, സഭയെയും. നമ്മള് സഭ എന്ന കർത്താവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൂടാണ്. അപ്പൊ നമ്മളെല്ലാം കൂടെ കൂടുന്ന സഭ അല്ലേ? കൈ കാലിനോട് പറയുക, നീ എന്റെ അല്ലെന്ന് പറയാൻ ഒക്കുവോ? കൈയും കാലും കണ്ണും മൂക്കും നാക്കും പൊക്കും എല്ലാം കൂടെ ചേർന്നല്ലേ സഭ. അപ്പൊ എല്ലാ ആളുകളും ഉണ്ട് സഭയ്ക്കകത്ത്. അപ്പൊ ഞങ്ങൾക്ക് മൊത്തമായി സഭയ്ക്ക്
ഇത് എത്രത്തോളം ആത്മീക വർധനവിന് കാരണമാണ്. ആത്മീക വർധനവ് നടക്കുന്നുണ്ടോ? അതില്ലേ? നമ്മൾ അവിടെ നിന്ന് മാറിയാക്കണം. എനിക്കിത് പ്രയോജനം തരുന്നില്ല, എന്റെ ആത്മീയ ജീവിതത്തെ ഇത് കെട്ടിപ്പണിയുന്നുമില്ല. മറിച്ച് ആത്മീയ ജീവിതത്തെ കെട്ടിപ്പണിയുകയല്ല, പൊളിച്ചു കളയുക. അതിന്റെ നേരെ ഓപ്പോസിറ്റാ, പൊളിച്ചു കളയുക. ഓയിക്കഡോമിയോ അല്ല, കതൈരിസിസ് എന്ന് പറയും, പൊളിച്ചു കളയുക. നിങ്ങൾ 2 Corinthians 10:8 ഒന്ന് വായിക്കാമോ? 2 Corinthians 10:8. നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല, പണിവാനത്തിലെ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെ കുറിച്ച്. പണിയുക എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താ? ഇടിച്ചു കളയുക. പൗലോസ് പറയുക, നിങ്ങളെ പണിയാനാണ് ദൈവം എനിക്ക് ആജ്ഞ തന്നത്, അല്ലാതെ നിങ്ങളെ പൊളിക്കാനല്ല. ഓരോ ദൈവങ്ങളും ഓർത്തണം കേട്ടോ. വ്യക്തിപരമായി നിന്നെ ആത്മീകമായി പണിയാനും നീ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയെ പണിയാനുമാണ് ദൈവം നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാനീ ചെയ്യുന്നത് എന്റെ ആത്മീയ ജീവിതത്തിന് എത്രത്തോളം വളർച്ച ഉണ്ടാകും, അതാണല്ലോ കെട്ടുപണി എന്ന് പറയുന്നത്. എനിക്ക് എത്രത്തോളം വളർച്ച ഉണ്ടാകും, ഞാൻ കൂടി നിൽക്കുന്ന ദൈവസഭയ്ക്ക് ഇത് ആത്മീയമായി എത്രത്തോളം വളർച്ച ഉണ്ടാകും. അപ്പൊ നമ്മൾ ചെയ്യുന്നതല്ലാതായിരിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഏത് കാര്യവും, നമുക്ക് ആത്മീയ വളർച്ച, സഭയുടെ ആത്മീയ വളർച്ച, അതിനെ പൊളിക്കുന്നതാകരുത്. ഇത് ഒരു കൺവെൻഷനും ഒരു യുവജന വാർഷികവും ഒരു വാർഷിക കമ്മിറ്റിയും ഒക്കെ കൂടിയിട്ട് വളർച്ചയല്ല, അവസാനം ഉള്ളത് മുഴുവൻ പൊളിച്ച് 10 കുടുംബത്തെ സഭയ്ക്ക് പുറത്താക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. സഭ 2 തുണ്ടമായി, 2 കഷണമാകുക. ഏതാ? വാർഷിക കമ്മിറ്റി വാർഷിക കണക്ക് വായിച്ചു, പൊതുസഭ കൂടി, വർഷത്തിൽ അവസാനം പൊതുസഭ കൂടി കണക്ക് അവതരിപ്പിച്ചു, റിപ്പോർട്ട് വായിച്ചു. അവസാനം എന്തായി? എല്ലാവരുടെ കൂടി അടിയും വഴക്കും കുത്തിന് പിടുത്തു. സഭ 4 കഷണമായി. 10 പേരാണെങ്കിൽ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് പോരുന്നില്ല, നിങ്ങളും കൂടിക്കും. നിങ്ങളുടെ അല്ലേ, കുടിക്കൂ. അതുപോലും എന്തിനുള്ളതായിരിക്കണം? ഇല്ലേ ചോദിക്കും, കണക്ക് പറയേണ്ടി വരും. ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നിങ്ങളോടനെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഞാൻ നശിപ്പിക്കുമെന്ന് മലയാളത്തിൽ കിടക്കണം, അങ്ങനല്ല മൂലഭാഷ കിടക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നശിപ്പിക്കും ഞാൻ. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. 6-ാം അധ്യായം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും ഞാൻ. കുഞ്ഞെ, നിന്റെ ആത്മീയ ജീവിതത്തിന് തകർച്ച നേരിടുന്നതൊന്നും ചെയ്ത് നശിപ്പിച്ചാൽ ദൈവം കണക്ക് പറയും, ദൈവം കണക്ക് ചോദിക്കും. അതുപോലെ തന്നെ ദൈവസഭയും സഭയുടെ ആത്മീക വർധനവിനും ആത്മീക വളർച്ചയ്ക്കും ദോഷമായി എന്റെ ഒരു വാക്കോ പ്രവൃത്തി ഒന്നും ഉണ്ടാകരുത്. ഞാൻ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചു, ഞാൻ നേതൃത്വം കൊടുത്തൊരു കൺവെൻഷൻ വെച്ചു, നമ്മളൊരു കൂട്ടായ്മ വെച്ചു, നമ്മളൊരു പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ചു. എല്ലാ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകണം, അല്ല വഴക്കുണ്ടാക്കാനാകരുത്, പൊളിക്കാനാകരുത്, കെട്ടിപ്പണിയാനായിരിക്കും. ഇനി ഇതൊന്ന് ചിന്തിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. കർത്താവേ, ഞാൻ ഈ ചെയ്യുന്നൊക്കെ എനിക്ക് എത്രത്തോളം ആത്മീക വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ
ദൈവസഭയുടെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും? ഈ ചോദ്യം സ്വയം ചോദിക്കണം. ഏത് കാര്യവും കിട്ടും. അതുകൊണ്ട് അടുത്ത ചിന്ത അതാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ദൈവസഭയ്ക്കും എന്റെ ആത്മീയ ജീവിതത്തിന് എത്രത്തോളം കെട്ടിപ്പണി നടക്കും? അല്ലാത്തൊന്നും നമുക്ക് വേണ്ട. എന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ഒന്നും വേണ്ട. അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഞാൻ എന്ന തീരുമാനമെടുക്കും. വിഗ്രഹാരാധന നമ്മൾ വിട്ടുപോകണം. വിഗ്രഹാരാധന വിട്ടുപോടുകയില്ല, രക്ഷപ്പെട്ടോളം എന്നാ പറഞ്ഞത്. അപ്പൊ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതൊന്നും നമുക്ക് വേണ്ട. അപ്പൊ പിന്നെ അതിനെ അർപ്പിച്ചത് നമുക്ക് വേണോ? വിഗ്രഹാർപ്പിതം പിന്നെ നമുക്ക് വേണോ? വേണ്ട, അതും കഴിക്കരുത്. ഇനി അവസാനത്തോടെ പറയാം, എന്നിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരു ഭാഗം കൂടെ ചിന്തിച്ചു വേണം ഈ ഉപദേശ പഠനം അവസാനിപ്പിക്കാൻ. 1 Corinthians 10:31 കൂടെ വായിച്ചേ. 31 അത് അവസാനത്തെ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്തുന്നത്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യെസ്, the last point that you have to remember. നിങ്ങൾ ഓർക്കേണ്ട അവസാനത്തെ പോയിന്റ് ഇതാണ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ നാമത്തിനും മഹത്വത്തിനായി ചെയ്യും. നിസാരമാണ് നമ്മളീ പറയുന്നത്. നമ്മൾ ചോദിക്കും, നമ്മൾ തിന്നുന്നതിനെ കുറിച്ച് ദൈവജനം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്തോ തിന്നണോന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നീ കുടിക്കുന്ന കാര്യവും ദൈവജനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, എന്തിനാ തിന്നുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ, ജീവനോടെ ഇരിക്കാൻ. കുടിക്കുന്നത് ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ഇരിക്കാൻ. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? ഞാൻ ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമാകണം. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. Why God has created you? നിന്നെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? ചുമ്മാ ഇരുന്നപ്പോ എന്തെങ്കിലും ചെയ്തേക്കാന്നും കണ്ട് ചെയ്തതല്ല. God has a fixed purpose for you. ഓരോ വ്യക്തിയെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. വായിച്ചു യെശയ്യാവ് 13:7 വായിച്ചു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും സോറി 43:7 43:7 സോറി 43:7. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ട് വരിക. ദൈവം സകലമാണ്. ദൈവമക്കളെ മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? എന്റെ മഹത്വത്തിനായി. ദൈവത്തിന് മഹത്വം വരേണ്ടതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമുക്ക് ആ 3 പദസെറ്റ്സ് കണ്ടോ? സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി 3 പറഞ്ഞിട്ടുണ്ട് അല്ലെ? സൃഷ്ടിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്, നിർമ്മിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. ആ 3 പദങ്ങളും കൂടെ ഒരുമിച്ച് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുക യെശയ്യാ പ്രവാചകൻ. എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച്, നിർമ്മിച്ച്, ഉണ്ടാക്കിയും ഇരിക്കുന്നു. അപ്പൊ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് അല്ലെങ്കിൽ അത് 3 ഞാനിപ്പം വിശദമാക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം ഞാൻ പറയാറ്. ഇതെന്തിനാണെന്നറിയാമോ? എന്റെ മഹത്വത്തിനാ. സകല മനുഷ്യനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശം അതാണ്. പ്രത്യേകിച്ചും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാ? നമ്മളെ ഭൂമിയാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ?
ദൈവത്തിന്റെ മഹത്വത്തിനായി, ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. അപ്പൊ ഒരു ചോദ്യം, എന്താ ഈ മഹത്വം എന്ന് പറഞ്ഞ? മഹത്വം മഹത്വം എന്താ? മഹത്വം കബോർ എന്നൊരു പദമാണ് എബ്രായ ഭാഷയിലെ. ഗ്രീക്ക് ഭാഷ ഡോക്സ എന്ന് പറയും, എബ്രായ ഭാഷ കബോർ എന്ന് പറയും. മഹത്വം എന്താ ഈ മഹത്വം എന്നറിയാമോ? സത്യത്തിൽ ഈ കബോർ എന്നുള്ള പദത്തിന്റെ അർത്ഥം, അതിന്റെ വാച്യാർത്ഥം, അതിന്റെ ആ പദത്തിന്റെ ശരിയായ അർത്ഥം കനമുള്ളത്, ഈടുള്ളത്, ഭാരമുള്ളത്, സംതിങ് വെയിറ്റ് ഉള്ളത്. കബോർ എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. മഹത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അക്ഷരിക അർത്ഥം കനമുള്ളത്, കനം, എടുത്തു പൊക്കാൻ പറ്റാത്ത വിധം വലിയ കനമുള്ളത്. കനമെന്നോ ഈടെന്നോ ഭാരമെന്നോ ഒക്കെ നിങ്ങൾ എഴുതിക്കും. അതായി ഈ കബോർ, അതിന്റെ വാച്യാർത്ഥം. എന്നാൽ പിന്നത്തേതിൽ ഈ പദം ആലങ്കാരികമായി, സിംബോളിക്കായി, പണം കൊണ്ടും അധികാരം കൊണ്ടും പദവി കൊണ്ടും ഉന്നതന്മാരായ ആളുകളെ വിളിക്കാൻ തുടങ്ങി. ഭയങ്കര ഡോക്സയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾക്ക് ഭയങ്കര ഭാരമുണ്ടെന്നല്ല, പുള്ളിയെ തൂക്കിയിട്ടല്ല, അദ്ദേഹത്തിന്റെ പദവി, രാജാവ് എന്നുള്ള പദവി, ന്യായാധിപൻ എന്നുള്ള പദവി കൊണ്ട് നല്ല വെയിറ്റ്. പണം, ഇഷ്ടം പോലെ പണമുണ്ട്, അവന് നല്ല വെയിറ്റ് ആണെന്ന് പറയും. പണം കൊണ്ടും പദവി കൊണ്ടും അവന് ദൈവം കൊടുത്തിരിക്കുന്ന വെയിറ്റ് ആണ്.